ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ആത്മബോധത്തിൽ ആത്മയാഥാത്മ്യം പറയുന്ന ശ്ലോകങ്ങളാണ്. ഉപാധിസ്ഥനാണെങ്കിലും ധർമ്മയെ അലിപ്തോ വ്യോമവൻ മുനി. അതിലൊന്നും ഉപാധിസ്ഥനാണെങ്കിലും ആകാശം പോലെ ഉപാധിധർമ്മങ്ങളിൽ അലിപ്തനായി ഒട്ടാതെയിരിക്കും. എങ്ങനെ പറയുന്നത്? സർവജ്ഞനാണെങ്കിലും മൂഢനെ പോലെ സ്ഥിതി ചെയ്യും. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നിലും ഒട്ടാത്തവനായിട്ട് വായുവിനെ പോലെ സഞ്ചരിക്കും. ഭൗമ പദാർത്ഥങ്ങളുമായി ബന്ധമില്ലാതെ ഒരു ആത്മജ്ഞാനി സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപാധിസ്ഥനാണെങ്കിലും ശരീരത്തിലിരിക്കുന്നു എങ്കിലും അതിൽ അഹങ്കാരവും മമതയും ഇല്ലാതെ ആത്മജ്ഞാനി വർത്തിക്കുന്നു. ഇത് എന്തിനു വേണ്ടിയാ പറയുന്നതെന്ന് ചോദിച്ചാൽ ആത്മജ്ഞാനം എന്നുള്ളത് എന്തൊക്കെയോ നേടലല്ല, ഉള്ളതിനെ അറിയലാണ് എന്നർത്ഥം. നേടുകയാണെങ്കിൽ അതിനനുസൃതമായ നേടിയതിൻ്റെതായ ചില ഗർവും ജ്ഞാനിയാണെന്നോ ഒക്കെ ഉണ്ടാവാം. പക്ഷെ ഇത് കൂടുതൽ നേടലല്ല, പിന്നെന്താ? ശരിയായ, അതാണ് ആത്മയാഥാത്മ്യം എന്ന് പറഞ്ഞത്. ആത്മാ എപ്രകാരമാണോ അപ്രകാരം അറിയുന്നു എന്നാണ് പറഞ്ഞത്. താൻ ആരാണെന്ന് വ്യക്തമായി അറിയുന്ന ഒരാൾക്ക് യാതൊരുവിധ അഹങ്കാര കുഹകങ്ങളും ഉണ്ടാവില്ല എന്നർത്ഥം. അതെല്ലാം കെട്ടൊഴിഞ്ഞു പോയി. അതാണ് ആത്മജ്ഞാനിയുടെ ലക്ഷണം. അല്ലാതെ അയാൾ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളതല്ല, എന്തൊക്കെയാണ് എന്നല്ല, പ്രത്യേകതയൊന്നുമല്ല. അതാണ് ജീവൻ മുക്തിയുടെ സ്വരൂപം വർണ്ണിച്ചതിന് ശേഷം വിദേഹമുക്തിയെ പ്രതിപാദിച്ചത്. ഉപാധി വിലയാദിഷ്ണൗ നിർവിശേഷം വിശന്മുനി ജലേ ജലം വിയദ്യോന്നി തേജസ്തേജസിവായഥാ. അത് തേജസ്സിലും ആകാശത്തിലും എപ്രകാരം വിലയം പ്രാപിക്കുന്നുവോ അപ്രകാരം സർവ്വവ്യാപകമായ ബ്രഹ്മത്തിൽ നിർവിശേഷമായിട്ട് സമ്പൂർണ്ണം ലയിക്കുന്നു എന്ന് പറയാം. ജലത്തിൽ ചേർന്നാൽ പ്രത്യേകിച്ച് ജലത്തിലൊരു മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ജലത്തിൽ വേറെ എന്തെങ്കിലും ചേർന്ന് കഴിഞ്ഞാൽ അതിലൊരു മാറ്റം ഉണ്ടാവുന്നു. ഇത് ഒരു മാറ്റവും ഉണ്ടാവണില്ല. എന്തുകൊണ്ട്? ജലത്തിലാണ് ചേർന്നത്. താൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു എന്ന് പറഞ്ഞാൽ താൻ ഇതുവരെ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. ഈശാവാസ്യോപനിഷത്തിലെ മന്ത്രം തന്നെ. കാരണം അദർശനാത്മകമായ ലോകം, അവ്യക്തമായി കാണുന്ന ലോകം, അരണ്ട വെളിച്ചത്തിൽ കാണുന്നത് പോലെ എന്നൊക്കെ പറയുന്നു. അന്ധന്തമ, അവിടെ കണ്ണ് കാണാത്തവരുടെ ലോകം എന്ന് പറയുന്നത് അദർശനാത്മകമായ ലോകമെന്നാണ്. തിരിച്ചറിവില്ലാത്ത, അറിവില്ലായ്മ നമുക്ക് ആർക്കുമില്ല. പക്ഷെ എന്താ പിന്നെ നമ്മളും ജീവൻ മുക്തനും തമ്മിലുള്ള ഭേദം ഒന്നേ ഉള്ളൂ. എന്ത്? തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രം. അല്ലേ? ആണ് ഈ അഗ്നിഹോത്രി ചോദിച്ചു പറഞ്ഞല്ലേ, നാരായണ ഭ്രാന്തനോട് ചോദിച്ചു പറഞ്ഞു, അങ്ങക്ക് ഇത്ര ഭ്രാന്ത് ഉണ്ടാവുമെന്ന് ഞാൻ നിனைച്ചില്ല. അപ്പോഴാണ് അത്ര പറഞ്ഞത്, എനിക്കും ഭ്രാന്താണ്, അങ്ങയ്ക്കും ഭ്രാന്താണ്. എനിക്ക് ഭ്രാന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അങ്ങയ്ക്ക് അതാണെന്ന് അങ്ങ് അറിഞ്ഞിട്ടില്ല. ഈ ലോകം ഭ്രാന്തമായ ലോകമാണെന്നുള്ളത്, ഈ ലോകം ലോക്യത ദൃശ്യത ബുദ്ധ്യത, ഇത് ഈ ലോകം ഭുജിക്കപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നതാണ് ഈ ലോകമെന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങോ അതറിയാതെ ഇതാണ് യാഥാർത്ഥ്യം എന്ന് വിചാരിച്ച് കഴിയുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം.
അയാളെ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കും. അയാൾക്ക് അങ്ങനെയുള്ളവർക്ക് ഭ്രാന്തില്ലാത്ത. ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ഭ്രമിച്ചോടുക, ആ ഭ്രമത്തിൽപ്പെട്ട് ഉഴലാതെ പോകുക. ഇവിടെ വേദാന്തം 2 ഭാഷകളിലാണ് പറയപ്പെട്ടത്. ഏതൊക്കെയാ? ഏതാ? ഇവിടെ പറയാണ് അതവ്യാവൃത്തിരൂപേണ വേദാന്തൈർലക്ഷ്യദേവ്യയം അഖണ്ഡാനന്ദമേകം യദ്ബ്രഹ്മേത്യവധാരയേത്. ഇവിടെ വേദാന്തവാക്യങ്ങൾ അതദ്വ്യാവൃത്തി രൂപത്തിൽ, ഇതിപ്പോ ഇവിടെ ഇതെടുക്കുന്ന സമയത്ത് അവിടെ എടുത്തതിൽ അതേ സമാന്തരമായ ഒരു പോക്കാ പോണത് തോന്നുന്നു. എങ്ങനെയാണെന്നറിയില്ല. അതുകൊണ്ട് ഈ അവിടെ ഇരിക്കുന്നവർക്ക് ഇത് അവിടെ പറഞ്ഞതിന് അവിടെ പറയുന്നു അതവ്യാവൃത്തി ഇന്ന് അവിടെ എടുത്തതാ. എന്താ അതവ്യാവൃത്തി എന്ന് പറഞ്ഞാല് അതല്ല അതല്ല എന്ന് പറയുന്ന അതാണ് അതവ്യാവൃത്തി. അതിന് അവിടെ ഭാഷ ഏതായിരുന്നു? നിഷേധം. അത് തന്നെ അവിടെ വേദാന്തം നിഷേധ ഭാവത്തിലാണ് ഉപദേശിക്കുന്നത്. നിഷേധ ഭാഷ, പിന്നെ എന്താണ് വിധി ഭാഷ. 2 ഭാഷകളാണുള്ളത്. ഏതാണ്? 2 ഭാഷകളിലൂടെയാണ് വേദതത്വങ്ങളെ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഈശ്വര തത്വത്തെ, പരമാത്മ തത്വത്തെ നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. ഒന്ന് നിഷേധ ഭാഷ. നിഷേധ ഭാഷയാണ് ഏത്? നേതി നേതി, ഇതല്ല ഇതല്ല. അതിന് ഇവിടെ അതല്ല അതല്ല എന്നേ പറഞ്ഞു. അതവ്യാവൃത്തി രൂപേണ അതല്ല അതല്ല, ഇതല്ല അതല്ല എന്ന് പറഞ്ഞാലൊക്കെ കണക്ക് തന്നെ. ഇതും അതും ബ്രഹ്മത്തിൽ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് വേദാന്തവാക്യങ്ങളാൽ അതദ്വ്യാവൃത്തി രൂപത്തിൽ, അതല്ല അതല്ല എന്ന നിഷേധ രൂപത്തിൽ നാശമില്ലാത്തതായ യാതൊന്നാണോ സൂചിപ്പിക്കപ്പെടുന്നത്, നാശമില്ലാത്ത യാതൊന്നാണോ സൂചിപ്പിക്കപ്പെടുന്നത്, ഇത് ആർക്കേ പറ്റൂ? ജ്ഞാനവൈരാഗ്യ സിദ്ധന്. ജ്ഞാനവൈരാഗ്യ സിദ്ധി നേടിയ ഒരാൾക്ക് മാത്രമേ ഈ അതദ്വ്യാവൃത്തി രൂപത്തിൽ ബ്രഹ്മതത്വത്തെ മനസ്സിലാക്കാൻ പറ്റൂ. അല്ലാത്തവർക്കൊക്കെ വിധി ഭാഷയാണ് അനുയോജ്യം. എന്തുകൊണ്ട്? ഒരു വിഗ്രഹത്തില്, ഒരു കല്ലില്, അല്ലെങ്കിൽ ഒരു മരത്തില് ഇന്നതാണെന്ന് വിധിച്ചു. തന്ത്രി വിസ്താരം ചെയ്ത തന്ത്രി ഇന്നതാണെന്ന് വിധിച്ചു. എങ്ങനെ വിധിച്ചത്? ഇത് ഇന്ന് മുതൽ അത് ഏതോ ഒരു കല്ലായിരുന്നു, കൃഷ്ണശിലേനി ആയിക്കോട്ടെ, അത് കൊണ്ടുവന്നു. എന്ത് ചെയ്തു? അതിലേക്ക് എന്ത് ചെയ്തു? ഇന്ന ദേവനെ ഞാൻ ഇതാ ആവാഹിച്ചിരിക്കുന്നു, ഇന്നു മുതൽ അത് തന്നെയാ, അതല്ലാന്ന് പറയരുത്. പറഞ്ഞാൽ കുഴപ്പമാവും, നമ്മൾ ആവ് വിളിച്ചു. അത്രത്തോളം വിധി ഭാഷയാണ്, വിധിച്ചിരിക്കുകയാണ്. വിധിയെ ചോദ്യം ചെയ്യാൻ പറ്റില്ല അല്ലെ? സുപ്രീം കോടതി അല്ലെ, മുകളിലുള്ള കോടതിയാണ്. പിന്നെ അവിടെ അപ്പുറത്തേക്ക് പറയാൻ പറ്റില്ല, പിന്നെ ആ അപ്പീൽ പോകാൻ പറ്റില്ല. അത് നിശ്ചയിച്ച് കഴിഞ്ഞു. ഇതാരാണ്? ഇത് കൃഷ്ണനാണ്, ഇളക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു ശിവനാണ്. അല്ല, ഇത് കിളക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രതിഷ്ഠിക്കുന്നത്. ഇപ്പൊ കൃഷ്ണയുടെ തിഷ്ഠരീതി പ്രതിഷ്ഠ നല്ലതുപോലെ ഉറപ്പിക്കുക ചെയ്യണത്. ഇളക്കേണ്ടത് നമ്മളെ ഉള്ളിൽ നിന്ന് ഇളകുമ്പോൾ അത് ഇളകുന്നത്. അതുകൊണ്ട് ഇവിടെ വേദാന്തവാക്യങ്ങളിൽ പറയുന്നത് വിധിഭാഷയും അതേപോലെ നിഷേധഭാഷയുമാണ്. അതുകൊണ്ട് നിഷേധഭാഷ മനസ്സിലാക്കാത്ത ഒരാൾക്ക്, നിഷേധഭാഷ മനസ്സിലാകാർക്കാ? ജ്ഞാനവൈരാഗ്യ സിദ്ധന്. വൈരാഗ്യം പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാനുള്ള വൈരാഗ്യം, അത് മലയാളത്തിലെ വൈരാഗ്യം. സംസ്കൃതത്തിലെ വൈരാഗ്യം രാഗമൊഴിഞ്ഞ സ്ഥിതി. രാഗമൊഴിഞ്ഞ സ്ഥിതി, അതായത് ആ അത്യാർത്ഥിയോടുകൂടി വിഷയങ്ങളുടെ പിന്നാലെ ഉള്ള പരക്കം പാച്ചിലിനെ നിയന്ത്രിച്ച അതാണ് വൈരാഗ്യം. രാഗമൊഴിഞ്ഞ സ്ഥിതി അഥവാ വിശേഷേണ രാഗമുള്ള ആൾ. ഏതിലേക്കാണോ തൻ്റെ അന്ധകരണം, തൻ്റെ മനസ്സ് പോകുന്നത്, അതിനെ എന്തൊരു ശോഭനമായ ഒരു അധ്യാസത്തോടു കൂടി കണ്ടു. അതിനെ ഇന്ന് അത് വേറൊരു വിധത്തിലല്ല, അത് വിഷയങ്ങളെ പോലും എന്തായി തീർന്നു? ഒരു വിശേഷഭാവത്തിൽ കണ്ടു. അവിടുത്തേത് എന്നൊക്കെ ഭാവത്തിൽ കണ്ടു. അങ്ങനെയുള്ള ഒരു ഭാവത്തിൽ ഈശ്വരൻ്റേത് അല്ലാത്തതായിട്ട് ഇവിടെ യാതൊന്നുമില്ല, എല്ലാം അവിടുത്തെ തന്നെ. അതുകൊണ്ട് എല്ലാം ഈശ്വര പൂജ തന്നെയാണ്. ഒരു വിശേഷത കൊടുത്തു, അപ്പൊ പ്രത്യേകിച്ച് പൂജ നടത്തുന്നില്ല. മറ്റത് വിധിയാണ്. ഏത്? ഇത് തന്നെയുള്ളൂ, ഇളക്കരുത്. അവരെ ഭഗവാൻ വിളിച്ചു എന്ത്? അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാന. പരംഭാവത്തെ അറിയാത്തവര് കാല് പിണച്ചു വെച്ചവനെ കാല് നിർത്തി വയ്ക്കാൻ പോലും അനുവദിക്കുന്നില്ല. മഞ്ഞപ്പട്ട് എടുത്തൊന്ന് നീലപ്പട്ട് എടുക്കാൻ പോലും സമ്മതിക്കില്ല. അല്ലെങ്കിൽ സരസ്വതിയുടെ ഫോട്ടോ അല്ലേ, ചിത്രം വെച്ചപ്പോ എന്തായി? കാല് വണ്ണം കൂടി എന്ന് പറഞ്ഞതുപോലെ ഒക്കെ
അപ്പൊ വിധിഭാഷയാണത്. വിധിഭാഷക്കാരോട് അങ്ങനെയുള്ളവരോട് തിരിച്ചു പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട് വിധിഭാഷയ്ക്ക്. അതെങ്ങനെയാ? അത് പറയുന്നത് ഈ ഉറപ്പിച്ചതിനെ ഇളക്കാൻ കുറച്ച് പണിയാണ്. അത് തിരിച്ചുകൊണ്ടിരുന്നത് ഒരുപാട് കാലമായിട്ട് ഇത് തന്നെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 10 കർണം മാറിയിടുമ്പോൾ മുഹൂർത്തം മൂത്രമായിടും എന്ന ചൊല്ലു പ്രകാരം എന്താവും, അതിൽ നിന്ന് അപ്പുറത്ത് പോവാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു ചേരുമെന്നാണ്. ഓരോന്നിനും അതിൻ്റെതായ ഗുണമുണ്ട്, അതിൻ്റെതായ ദോഷമുണ്ട്. ഗുണമുണ്ട്, ദോഷമുണ്ട്. പക്ഷെ ജ്ഞാനവൈരാഗ്യ സിദ്ധൻ, ജ്ഞാനവും വൈരാഗ്യവും ഉറച്ച ഒരാൾക്ക്, ജ്ഞാനവും വൈരാഗ്യം ആരുടെ മക്കളാണ്? ജ്ഞാനവും വൈരാഗ്യം ആരുടെ മക്കളാണ്? വയസ്സായ മക്കളാണ്. ഇനി അങ്ങോട്ട് വയസ്സാവാനില്ല, എണീറ്റ് നടക്കാൻ പറ്റാത്ത മക്കളാണ് ആര്? ജ്ഞാനവും വൈരാഗ്യം. ആരുടെ മക്കളാണ് അവര്? യൗവനയുക്തയായ ഭക്തിയുടെ മക്കളാണ്. യൗവനയുക്തയായ ഭക്തിയുടെ മക്കളാണ് ഏത്? വയസ്സായ ജ്ഞാനവൈരാഗ്യങ്ങൾ. ഇതാണ് പുരാണങ്ങളുടെ ഭാഷ. അമ്മ വയസ്സായതും മക്കൾ പ്രായം കുറഞ്ഞവരുമാണ് സാധാരണ കാണപ്പെടാറ്. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുകയാണ്. ഏത്? ഇത് അമ്മ വളരെ യൗവനയുക്തയാണ്, പ്രായം കുറവാണ്. പക്ഷെ മക്കൾ ഇനി തല പൊന്തിക്കാൻ വയ്യാത്ത വിധത്തിൽ, എണീറ്റ് നടക്കാൻ വയ്യാത്ത വിധത്തിൽ ആയിത്തീർന്നിരിക്കുന്നു. എങ്ങനെ? ശക്തിയില്ല. അതുകൊണ്ട് ജ്ഞാനവും വൈരാഗ്യവും ഇല്ലാത്ത ഭക്തി എന്തിനായി തീരും? ഇപ്രകാരം വിധിഭാഷയിൽ അവർക്ക് അതേ മനസ്സിലാക്കൂ. ഏത്? വിധിഭാഷ പറ്റൂ. അവർക്ക് വേണ്ടിയാണ് ഇതിഹാസ പുരാണങ്ങൾ പ്രവൃത്തമായിരിക്കുന്നത്. ഇതിഹാസ പുരാണങ്ങൾ പ്രവൃത്തമായിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വിധിഭാഷയ്ക്ക് വേണ്ടിയാണ്. അവരുടെ ഭാഷ വിധിഭാഷയാണ്, വർണ്ണനകളാണ്. കഥകളുടെയും ആഖ്യകളുടെയും സഹായത്തോടു കൂടി വേദതത്വങ്ങളെ വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളെയാണ് ഏത്? പുരാണം എന്ന് പറയുന്നത്. ജീവചരിത്ര പ്രധാനമായ, അതായത് കഥ ഇല്ല എന്നല്ല, ജീവചരിത്ര പ്രധാനമായ ഗ്രന്ഥങ്ങളെയാണ് ഏത്? ഇതിഹാസം എന്ന് പറയുന്നത്. ഇത് രണ്ടും എന്തിനായി കൊണ്ടുള്ളതാണ്? ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹബ്രഹ്മേത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ലതുപോലെ ഉപബൃംഹണം ചെയ്താലും വിസ്തരിച്ചാലും, പക്ഷേ വിസ്തരിക്കാൻ കഴിയാതെ വരുന്നുണ്ട് പലപ്പോഴും. എന്തുകൊണ്ട്? ഈ വിധിഭാഷയ്ക്ക് അതിൻ്റെതായ ചില ദോഷങ്ങളും ഉണ്ട് എന്നുള്ളതുകൊണ്ട്. എന്നാൽ ഉദ്ദേശം അതാണ്. എല്ലാവർക്കും ഇത് പറ്റില്ല, ഈ നിഷേധഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല, ഇന്നതാണെന്ന് പറയുകയല്ല ചെയ്യുന്നത്, ഇതല്ല എന്ന് പറയുകയാണ്. അദ്വൈതം പോലെ. അവിടെ ഏകം എന്ന് പറഞ്ഞില്ല, പിന്നെ എന്ത് ചെയ്തു? ദ്വൈതത്തെ നിഷേധിച്ചു, രണ്ടല്ലാത്തത്. അതാണ് അവിടെ ഭാഷ. അല്ലെങ്കിൽ അവിടെ സച്ചിദാനന്ദം എന്ന് പറഞ്ഞു. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ നിഷേധഭാഷയാണോ അതോ വിധിഭാഷയാണോ? സച്ചിദാനന്ദം. ബ്രഹ്മം എന്നുള്ളത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് പറഞ്ഞു. വിധിഭാഷയാണോ നിഷേധഭാഷയാണോ? അല്ല. സത്ത് എന്ന് പറയുമ്പോഴേക്ക് തന്നെ അവിടെ എന്തുണ്ട്? അസത്തിനെ അപേക്ഷിച്ചാണ് സത്ത്. അപ്പൊ അസത്ത് നീക്കിയാലേ ഇത് സത്തുള്ളൂ. അപ്പൊ സത്തെന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ അസത്തിനെ നിഷേധിച്ചു. അസത്ത് ഉണ്ടല്ലേ, മയിൽക്കൊമ്പ് പോലെ. അതുകൊണ്ട് അപ്പൊ അസത്ത്, ജഡം, ദുഃഖം, അസത്തിൽ നിന്ന് സത്തിനെ വേർതിരിച്ചു. പിന്നെയോ ചിത്ത് എന്നുള്ളതോ? ചിത്ത് ജഡമല്ലാത്തത്. അസത്തല്ലാത്തത് സത്ത്, ജഡമല്ലാത്തത് ഏത്? ചിത്ത്. പിന്നെയോ ദുഃഖമില്ലാത്തത് ആനന്ദം. അപ്പോ അസത്ത്, ജഡം, ദുഃഖം എന്നീ 3 നിഷേധപരമായ വാക്യങ്ങളെ കൊണ്ടാണ് ഏത്? അതിനെ ഇല്ലാതാക്കിയിട്ടാണ് മറ്റേതിനെ തെളിയിച്ചത്. ആപേക്ഷികമാണത്, വാക്കുകൾ ആപേക്ഷികമാണ്. പക്ഷെ അതിന് എന്ത് മനസ്സിലാക്കണം? അത് മനസ്സിലാക്കണം, സച്ചിദാനന്ദം എന്നുള്ളത് ഇപ്പൊ ഞാൻ ഏതാണ്? ഇപ്പൊ ഞാൻ അസത്താണ്, ജഡമാണ്, പിന്നെന്താണ്? ദുഃഖിയാണ്. അപ്പൊ എന്നെ ഇപ്പോഴുള്ളതിനെ നിഷേധിക്കണം. ഇതല്ല എന്ന് പറയണം. ഇതല്ല എന്ന് ബോധിപ്പിക്കുമ്പോഴേ സച്ചിദാനന്ദ സ്വരൂപം എന്ന് മനസ്സിലാക്കുന്നുള്ളൂ. അല്ല സച്ചിദാനന്ദം എന്നുള്ള ശബ്ദം പ്രയോഗിച്ചിട്ട് കാര്യമില്ല. നീ ഇപ്പോ ഏതാണ്? അസത്താണ്. നമ്മൾ അസത്താണ്, അതുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അതിനെ നിഷേധിച്ചു, അസത്തിനെ നിഷേധിച്ചു. അപ്പൊ എന്തായി? സത്ത് തെളിയും. പിന്നെയോ ജഡമായ ഭാവം. ഇതാണ് ഈ മജ്ജാസ്തി മാംസ മലമൂത്രപാത്രമായ ദേഹമാണ് ഞാൻ എന്നുള്ള ചിന്ത, ജഡമാണെന്നുള്ളത്. അതിനെ നിഷേധിച്ചു. അതിനെ നിഷേധിച്ചപ്പോൾ എന്തായി? നിഷേധിക്കണം, തെളിയണം.
അപ്പൊ എന്തായി? അപ്പോ അവിടെ ഈ ജഡമല്ലാത്തത് ഇല്ലേ ചിത്തായിട്ട് കാണും. സത്തിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ടാണ് ചിത്തായത്. പ്രകാശം അപ്പോഴേ വരും. സത്തിനെ പ്രകാശിപ്പിക്കുന്ന ചിത്ത്, ആ ചിത്ത് ഭാവം യാതൊന്നിൽ പ്രകടമായി കാണുന്നുവോ അതാണ് ആനന്ദം. മനുഷ്യനിൽ പ്രത്യേകിച്ച് ഇതര ജീവികളെ അപേക്ഷിച്ച് മനുഷ്യനിൽ എന്തുണ്ട്? സച്ചിദാനന്ദ സ്വരൂപോഹം. സത്തും ചിത്തും ഉള്ളത് കൊണ്ട് ആനന്ദവും കാണുന്നുണ്ട്. ഈ ആനന്ദം ഇല്ലെങ്കിലോ? മുഖം കണ്ടാൽ തന്നെ അറിയാണ്ട് സച്ചിദാനന്ദ സ്വരൂപമാണ്. അപ്പൊ നിഷേധ ഭാഷയാണോ വേണ്ടത്? വിധി ഭാഷയാണോ വേണ്ടത്? നിഷേധ ഭാഷയല്ലേ വേണ്ടത്? ഇത് നിഷേധിക്കണ്ടേ? ഇപ്പോൾ ഉള്ള ദുഃഖത്തെ മാറണമെങ്കിൽ എന്ത് വേണം? നിഷേധ ഭാഷ വേണ്ടേ? ഇതല്ല കേട്ടോ, ഈ മുഖം കണ്ടിരുന്നാ പോരാട്ടോ അല്ലേ? നിഷേധിക്കണ്ടേ? അതിനെ നിഷേധിച്ചാലല്ലേ ആനന്ദം വരൂ. അതുകൊണ്ട് ഇവിടെ പറയാണ്, അതദ്വ്യാവർത്തി രൂപത്തിൽ അതല്ല എന്ന നിഷേധം വഴിക്ക് നാമവും രൂപവും ഇല്ലാത്തതും വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തതും ആയതുകൊണ്ടാണ് ബ്രഹ്മത്തെ അതല്ല എന്ന വാക്യങ്ങളെ കൊണ്ട് ശ്രുതി പറയുന്നത്. വാക്കിനും മനസ്സിനും വിഷയമല്ലാത്തത് ആയതുകൊണ്ടാണ് ബ്രഹ്മത്തെ അതല്ല എന്ന് വാക്യങ്ങളെ കൊണ്ട് ശ്രുതി പറയുന്നത്. എന്നാൽ ഇന്നതാണെന്നൊന്ന് പറഞ്ഞു തരൂ. ആണെന്ന് പറയാൻ ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം അതിൽ നിന്ന് എവിടെ പോയിട്ടാണോ അപ്രാപ്യ മനസാസ്പഹ, ആ മനസ്സൊക്കെ അവിടുന്ന് തിരിച്ചു പോകും. അവിടെ പ്രാപിക്കാനാവാതെ അവിടുന്ന് തിരിച്ചു പോരുന്നുവല്ലോ. തിരിച്ചു പോരുന്നതിന് എന്നെ മനസ്സിലാക്കാൻ മറ്റൊന്നും സാധ്യമല്ല. എന്നാൽ ഞാൻ ഉണ്ടോ എന്നറിയാൻ വേറൊരാളുടെ സഹായം ആവശ്യമില്ലെങ്കിലും ഉറപ്പാണ്. ഇതുപോലെ ബ്രഹ്മത്തെ എന്ത് വേണം? അതല്ല എന്ന് മാറ്റുന്നതിലൂടെ മനസ്സിലാവും. ബ്രഹ്മാവ് മുതലായവരും ആനന്ദികളാണല്ലോ. അപ്പോൾ ബ്രഹ്മത്തിന്റെ ആനന്ദത്തിന് എന്ത് വിശേഷം? ബ്രഹ്മാവ് മുതലായവർ ആനന്ദത്തോട് കൂടിയവരാകുന്നു. എന്നാൽ ബ്രഹ്മം ആനന്ദരൂപം തന്നെയാകുന്നു. ബ്രഹ്മാദികളുടെ ആനന്ദം വിച്ഛേദമുള്ളതാണ്. ബ്രഹ്മം വിച്ഛേദമില്ലാത്ത ആനന്ദം തന്നെയാകുന്നു എന്ന് പറയുകയാണ്. മറ്റൊരു ശരിക്കും മനസ്സിലാക്കണം. അപ്പോഴേ ശരിക്കും മനസ്സിലാവും. ഏത്? അസത്തിൽ നിന്നും വിലക്ഷണമായി എന്തുണ്ട്? ഒരു സത്തുണ്ട്. പിന്നെ എന്ത് വേണം? ജഡത്തിൽ നിന്നും വിലക്ഷണമായി ചിത്തുണ്ട്. പിന്നെ എന്ത് വേണം? ദുഃഖത്തിൽ നിന്നും വിലക്ഷണമായി ആനന്ദമുണ്ട്. അങ്ങനെ അസത്ത്, ജഡം, ദുഃഖം എന്നുള്ളത് നിഷേധിച്ചു കഴിഞ്ഞാൽ യാതൊന്ന് തെളിയുന്നുവോ അതാണ് ബ്രഹ്മം. അഖണ്ഡാനന്ദരൂപസ്യ സസ്യാനന്ദലവാശ്രിതാഃ ബ്രഹ്മാദ്യാസ്താരതമ്യേന ഭവന്ത്യാനന്ദിനോ ലവാഃ. അല്പന്മാരായ ബ്രഹ്മാദികൾ വിച്ഛേദമില്ലാത്ത ആനന്ദം തന്നെ രൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തിന്റെ ആനന്ദലേശത്തെ ആശ്രയിച്ചിട്ട് താരതമ്യക്രമത്തിൽ ആനന്ദമുള്ളവരായിത്തീരുന്നു. അല്പന്മാരായ ബ്രഹ്മാദികൾ എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ 6 തത്വങ്ങളാണ് അനാദിയായിട്ട് പറയപ്പെട്ടത്. അനാദി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദി അന്തങ്ങൾ ഇല്ലാത്തത്. അത് വേദാന്തത്തിൽ 6 തത്വങ്ങളെ പറ്റി 6 തത്വങ്ങളെയാണ് ഏത് അനാദി എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഒന്ന് ബ്രഹ്മം അനാദിയല്ലേ? അനാദി ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്ന 6 എണ്ണമാണ് ഉള്ളത്. അതിലൊന്നാണ് ഇത്. ഒന്ന് ബ്രഹ്മം, 2 ജീവൻ അനാദിയല്ലേ? പിന്നെ ഈശ്വരൻ അനാദിയല്ലേ? പിന്നെ ജീവ ഈശ്വര ഭേദം പറയുന്നുണ്ട്, അതും അനാദിയാണ്. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദവും അനാദിയാണ്. ആലോചിച്ച് നോക്കൂ, അത് ഭേദം അത് തന്നെയാണ്. പിന്നെ പറയുന്നത് മായയും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം, അതും അനാദിയാണ്. പിന്നെയോ അവിദ്യ. ഇപ്പൊ എത്രണ്ണായി? 7 എന്നാ മായ ഒന്ന് കൂട്ടി 6 ആയിട്ടുള്ളൂ. 6 മായയും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധം അനാദി, ആ ഭേദം അനാദിയാണ്. പിന്നെ ഏതാണുള്ളത്? ഈശ്വരനും ജീവനും തമ്മിലുള്ള ജീവേശ്വര ഭേദം. 2 ബ്രഹ്മം ജീവൻ. ഏതാ കൂടിപ്പോയോ? പിന്നെ അവിദ്യ. ഇപ്പൊ ഏതായി? എത്രയായി? 6 ആയില്ലേ? 7 എന്നാ അതിൽ ജീവൻ നല്ലോണം ഒഴിവായിക്കോളൂ. ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം അനാദിയാണെന്ന് കൂട്ടിക്കോളൂ. കാരണം ഇതൊക്കെ ഭാഷയുടെ കളിയല്ലേ.
ജീവനും അത് ഒന്നിച്ച് കൂട്ടി പറഞ്ഞോണ്ട് കൂട്ടി, അത് വേറെ ഇരിക്കേണ്ട 6 പറയുന്നുള്ളൂ ഇത് വേദാന്തത്തിൽ. ഇതിപ്പോ ഇവിടെ എങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 7 ഉണ്ടാവും അല്ലേ? എന്നാ വേണ്ട അത് പറയേണ്ട വിചാരിച്ചോളൂ. എന്തായാലും 6 മനസ്സിലാക്കാലോ. ഇനി ഇതിനെ തന്നെ വേണമെങ്കിൽ 7 8 ഒക്കെ ആക്കാം. ഏതായാലും ഇതൊക്കെ അനാദിയാണ്. എന്തിനാത് പറഞ്ഞത്? എന്താ ഈ അനാദി എന്ന് പറഞ്ഞാല് കാരണത്തിന് കാരണം ചിന്തിക്കാൻ കഴിയാത്തതായ യാതൊന്നുണ്ടോ അതാണ് അനാദി. കാരണത്തിന് കാരണം ചിന്തിക്കാൻ കഴിയാതെ, നമുക്കൊക്കെ ഇപ്പൊ കാരണം ചിന്തിക്കാൻ പറ്റും. നമ്മളൊക്കെ എങ്ങനെ ഉണ്ടായത്? കാരണം ചിന്തിക്കാം. ആ കാരണത്തിന് കാരണം ചിന്തിക്കാൻ പറ്റുമോ? ഏതുവരെ കാരണം ചിന്തിക്കാൻ പറ്റും? അനാദി വരെ അല്ലേ? അനാദി എന്ന് പറഞ്ഞാൽ എന്താ? ഇനി കാരണം ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ കാരണത്തിന് കാരണം ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലെ അതിനെയാണ് അനാദി എന്ന് പറയുന്നത്. മായയെ ഒരു പരിധി വരെ പോവാം, അതിനപ്പുറത്തേക്ക് നമുക്ക് കാരണം ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല, ചിന്തിക്കാൻ പറ്റില്ല. എന്നിട്ട് ഇതിൽ നമ്മൾ കുടുങ്ങിപ്പോവും. ഏത്? ഇത് അങ്ങനെയാണല്ലോ, ജീവനാണ് ആദ്യം ഉണ്ടായത്, ഈശ്വരനാണ് ആദ്യം ഉണ്ടായത്, മുട്ടയാണ് ആദ്യം ഉണ്ടായത്, കുട്ടിയാണ് ആദ്യം ഉണ്ടായതെന്നും പറഞ്ഞ് അനവസ്ഥാദോഷം സംഭവിക്കും. ആരാദ്യം ഉണ്ടായത്? ഞാനാണോ അമ്മയാണ് ആദ്യം ഉണ്ടായതെന്നൊക്കെ ചോദിച്ചതുപോലെ അനവസ്ഥാദോഷം സംഭവിക്കും. കുട്ടീനോട് ചോദിച്ചു കുട്ടിയാണോ അതോ കുട്ടീൻ്റെ അമ്മയാണോ ആദ്യം ഉണ്ടായതെന്ന് വെച്ചാൽ എന്താ പറയാ? കുട്ടിയാണോ കുട്ടിയുടെ അമ്മയാണോ ആദ്യം ഉണ്ടായതെന്ന് വെച്ചാൽ ചോദ്യം ശ്രദ്ധിച്ചല്ല. കുട്ടിയാണോ കുട്ടിയുടെ അമ്മയാണോ ആദ്യം ഉണ്ടായത്? അമ്മയാണ്. കുട്ടിയുടെ അമ്മ എന്നാ പറഞ്ഞത്. ആ കുട്ടിയുടെ അമ്മയായിട്ടില്ലല്ലോ ഇതിനു മുമ്പ്, അപ്പൊ കുട്ടിയല്ലേ ആദ്യം ഉണ്ടായത്. ഇങ്ങനെ വാക്കസർത്ത് നടത്താം. എന്ത്? അല്ലാതെ ഒന്നും ഒരു തീരുമാനത്തിലെത്താൻ പോകുന്നില്ല. അതാണ് എന്ത്? അനാദി. അതേപോലെ മായയെ അന്വേഷിച്ചു പോയി. അന്വേഷിച്ചു പോയാൽ എന്തായി തീരും? ശ്രീരാമകൃഷ്ണൻ പറയുന്നത് പോലെ തലയിലൊരു വിളക്കും വെച്ച് ഇരുട്ട് കാണാൻ പോകുന്നത് പോലെ. എത്ര കാലം ശ്രമിച്ചിട്ടും ഭൂമിയുടെ ഒരു ഭാഗം ഇരുട്ട് തന്നെയാണ്. പൂർണ്ണമായിട്ട് വെളിച്ചാക്കാൻ പറ്റിയില്ല. എന്നാ ഇനി ഇരുട്ടിനൊന്ന് മാറ്റാം വിചാരിച്ചപ്പോഴോ അത് നടക്കില്ല. എന്താ? എപ്പോ നോക്കിയാലും ഒരു ഭാഗം ഇതുപോലെ. അപ്പൊ ഇരുട്ടിനെ നീക്കാൻ പറ്റുമോ? നീക്കാൻ പറ്റണമെങ്കിൽ അതിന് ഉണ്മ ഉണ്ടാവണ്ടേ? അതിന് ഉള്ള ഭാവം ഉണ്ട് എന്നുള്ള ഭാവം ഉണ്ടെങ്കിലേ നീക്കാൻ പറ്റൂ. വെളിച്ചത്തിന്റെ അഭാവമാണ് ഇരുട്ട്. ഇരുട്ടിനില്ല, അതായത് വസ്തുക്കളെ കാണാതിരിക്കുക എന്നുള്ള ഭാവമാണ് ഇരുട്ട്. അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനത്തിന്റെ അഭാവമാണ് അജ്ഞാനം. അപ്പൊ അജ്ഞാനം ഉണ്ടോ എന്ന് വെച്ചാലോ അജ്ഞാനം ഇല്ല. മായ ഉണ്ടോ എന്ന് വെച്ചാലോ എന്താ? വേദത്തിന്റെ വിധി നിഷേധ ഭാഷ എന്താ? മായ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിദ്യ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദത്തിന്റെ ഭാഷ എന്താ? ഉണ്ട് എന്ന് ഇല്ല. നിഷേധ ഭാഷയാണ്. ഏതെങ്കിലും ഒരാൾ പറഞ്ഞു അവിദ്യ ഉണ്ടെന്ന്, ഉണ്ട് എന്ന് ഇല്ല. വ്യവഹാരത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു, പരമാർത്ഥത്തിൽ ഇല്ലാത്തതേതോ. അതുപോലെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ ഇനി വരാൻ പോകുന്നുണ്ട്. യാതൊന്നാണോ ഈ കാണുന്നത് ആ ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ജഗത്തൊക്കെ ഇല്ലാത്തതേ എന്ന് പറഞ്ഞ അർത്ഥം പറയരുതേ. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ അവിടെ ഇരിക്കുന്നതൊക്കെ വെറുതെ ഇല്ലാത്തതാവും. അങ്ങനെയല്ല. പരമാർത്ഥ ദൃഷ്ടിയാൽ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏതൊന്നിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതിന്റെ ഉണ്മ, അതിന്റെ സത്ത്, അതിന്റെ അസ്തിത്വം എന്തിയാണ്? പരമാർത്ഥത്തിന്റെ സത്യത്വം തന്നെയാണ്. നുരയുടെയും പതയുടെയും തിരയുടെയും അസ്തിത്വം ഉണ്മ എന്നുള്ളത് വെള്ളത്തിന്റെ ഉണ്മ തന്നെയാണ്, അല്ലാതെ വേറൊരു ഉണ്മയൊന്നുമില്ല. അപ്പൊ ഇതില്ലാത്തതെന്ന് അർത്ഥമില്ല. പിന്നെന്താണ്? ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ദൃഷ്ടിദോഷം മാത്രമേ പറയാൻ പറ്റൂ. ഇതൊക്കെ എത്രയോ ഭാഷ അരച്ചതല്ലേ നമ്മളല്ലേ? അപ്പൊ കാരണമോ കാരണകാരണങ്ങളോ അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയാത്തതിനെയാണ് അനാദി എന്ന് പറയുന്നത്. ഈ അനാദിയുടെ നിർവചനമാണ് ഈ പറഞ്ഞത്. എന്താണ് അനാദി എന്ന് പറഞ്ഞാല്? കാരണമോ കാരണത്തിന്റെ കാരണമോ. ചിലപ്പോൾ കാരണം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം, പക്ഷെ കാരണത്തിന്റെ കാരണം
കണ്ടെത്താൻ കഴിയില്ല. അപ്പൊ കാരണമോ കാരണത്തിന്റെ കാരണങ്ങളോ കണ്ടെത്താൻ അന്വേഷിച്ച് കിട്ടാത്തതേതോ അതിനെ അനാദി എന്ന് പറഞ്ഞിരിക്കുക. ഭേദത്തെ അഭേദമാക്കുന്നതിന് പണിയാണെന്ത്? ഭക്തി. ഭേദത്തെ നിഷേധിക്കുന്നു ഏത്? ജ്ഞാനം വൈരാഗ്യം. അതാണ് ജ്ഞാനവും വൈരാഗ്യം തമ്മിലുള്ള വ്യത്യാസം. ഭക്തി എന്ന് പറയുന്നത് എന്തിനുള്ളതാണ്? ഭക്തി എന്തിനാണ്? ഭേദത്തെ അഭേദമാക്കുക, ഭേദബുദ്ധിയെ അഭേദമാക്കി തീർക്കുക. ഇതിലൊക്കെ ഭേദമുണ്ട്, ഇത് എന്നിൽ നിന്ന് അന്യമാണ് എന്ന് മനസ്സിലാക്കി അതിനെന്ത് ചെയ്തു? എന്നിൽ നിന്ന് അന്യമല്ല എന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഭക്തി തന്നത്. പക്ഷെ എന്ത് ഭക്തി ഇപ്പം എന്തിനാ ഉപയോഗിക്കുന്നത്? ഭേദപ്പെടുത്താൻ തന്നെ, വേറെ വേറെ നാകാൻ. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി എന്നുള്ളതിനെ മറന്ന് എന്ത് ചെയ്യുന്നു? ഇതൊന്ന് വേറെ, ഇതൊന്ന് വേറെ, ഇതൊന്ന് വേറെ എന്ന് ഭേദബുദ്ധിയോടൊത്താണല്ലോ ഉപാസന പോകുന്നത്. വൈഷ്ണവര് വിഷ്ണു എന്ന് വിളിക്കുന്നതും ശൈവര് ശിവ എന്ന് വിളിക്കുന്നതും ശാക്തേയര് ദേവി എന്ന് വിളിക്കുന്നതും സ്കാന്ദർ സുബ്രഹ്മണ്യ എന്ന് വിളിക്കുന്നതും ഒക്കെ ഗാണപത്യർ ഗണപതി എന്ന് വിളിക്കുന്നതും വേറെയല്ല. ഇതിലൊക്കെ അഭേദമായി കാണുന്നുണ്ടെങ്കിലും ആ ഭേദദൃഷ്ടി ഇല്ലാതെ അതിനെയും നമ്മയും കൂടി ഒന്നാക്കി തീർക്കാൻ വേണ്ടിയായിരുന്നു ഭക്തി പറഞ്ഞത്. അതെ. പക്ഷെ എന്ത് ചെയ്തു? ഇതൊക്കെ വേറെ വേറെ ആക്കി. ദേവന്മാരെ തന്നെ വേറെയാക്കി. പിന്നെ പറയണോ? പിന്നെ നമ്മളും വേറെയാക്കി. എന്തിനാണ് ദേവന്മാരെ ഭേദം? അല്ലേ? എന്തിനാ? വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷകാന്നാണ്. എന്തിനാ വേണ്ടിയിട്ടാർന്നത്? ഇത് വേറെ അല്ലാതെ കൽപ്പിക്കാൻ വേണ്ടി. ശൈവരും അതുപോലെ വൈഷ്ണവരും തമ്മിൽ അടികൂടിയപ്പോ എന്ത് ചെയ്തു? ശൈവ വൈഷ്ണവ തേജസ്സിൽ നിന്ന് ഇങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? നിങ്ങളെ ശിവനും വിഷ്ണു ഒക്കെ ഉണ്ടല്ലോ, അതവിടെ ഇരിക്കട്ടെ, എന്റെ അയ്യപ്പനാകയാണ്. അപ്പൊ മൂന്നാമതൊന്നും കൂടിയായി. ഇതാപ്പൊ നിറവാണ് അല്ലേ? എല്ലാ മേഖലയിലും ഇതാ. ഹിന്ദുവിന്റെ സ്ഥിതി മൊത്തം അങ്ങനെയാണല്ലോ, അങ്ങനെയല്ലേ? ഹിന്ദുവിനെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ വിചാരിച്ചിട്ട് ജാതീയതയെയും സംഘടനകളെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ ഹിന്ദു ഐക്യവേദി രൂപീകരിച്ചു. അപ്പൊ എന്തായി? അതും ഒരു സംഘടനയില്ല. ഇങ്ങനെ എങ്ങനെ മാറി മാറി. എന്താ? സത്യമല്ലേ പറയുന്നത്? ഇങ്ങനെ സംഘടനയുടെ അഭാവമല്ല ഉള്ളത്, ആധിക്യമാണുള്ളത്, കുറവൊന്നും അല്ല ഉള്ളത്. എന്നിട്ട് തമ്മിൽ അത് അവര് നടക്കുന്നതാണ്, ഇത് ഇവര് നടക്കുന്നതാണ് എന്ന് പറയും. എങ്ങനെയൊക്കെ ഭേദദൃഷ്ടി ഇല്ലാതാക്കാൻ പറ്റുമോ അതിനു വേണ്ടി ആചാര്യന്മാര് പരിശ്രമിച്ചുല്ലേ. അതുകൊണ്ടാണല്ലോ ശ്രീനാരായണ ഗുരുദേവൻ NSSന്റെ യോഗം ഉദ്ഘാടനം ചെയ്യാൻ പോയത്. അപ്പൊ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ്? എന്തായിരിക്കും ഉദ്ദേശം? ഇതൊക്കെ വേറെയാക്കി തമ്മിൽ തല്ലണമാ? ആയിരിക്കില്ല, ഒരിക്കലും അവരാണെങ്കിൽ പോവില്ല. അല്ലെങ്കിൽ വനവാസി മേഖലയിൽ ഉള്ളവർ ഒരു സമൂഹത്തെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ നിന്ന് അത് തൊട്ടും കണ്ടും അനുഭവിച്ചറിഞ്ഞ ഒരാള് മുൻനിരയിലേക്ക് വരുമ്പോ ആ അനുഭവികമായ ജ്ഞാനം അവർക്ക് പങ്കുവെക്കാൻ കഴിയും. ഇതായിരുന്നു ഉദ്ദേശം. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് ഞങ്ങള് മറ്റത് അങ്ങനെ, ശങ്കരാചാര്യ സ്വാമികൾ വരേണ്യവർഗത്തിന്റെ ആചാര്യൻ, മറ്റത് ഈഴവ വർഗത്തിന്റെ ആചാര്യൻ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഭേദമാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ. ഗുരുനാഥന്റെ പേരിൽ അടി. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം എന്ന് ഗീതയിൽ. എന്താണ് തപസ് എന്ന് ചോദിക്കുമ്പോ ഒന്ന് ഏതാ? ദേവന്മാരെ, ദ്വിജന്മാരെ, പിന്നെ ഗുരുക്കന്മാരെ, പിന്നെയോ പ്രാജ്ഞന്മാരെ പൂജിക്കണം. നമ്മളെന്ത് ചെയ്തു? എന്റെ ഗുരു എന്നെ ശ്രേഷ്ഠൻ, പ്രാജ്ഞന്മാരെ, പ്രകൃഷ്ടമായ ജ്ഞാനത്തോടൊത്തവരെല്ലാവരും നിന്നാൽ പൂജിക്കപ്പെടട്ടെ എന്നുള്ളത് മറന്നു. എന്താ? എന്റെ ഗുരുനാഥൻ അത്ര കേമ മറ്റേനുണ്ടോ? ഇങ്ങനെ ശാസ്ത്രം എന്താണോ പറഞ്ഞത് അതിന് വിപരീതമായിട്ട് ദാർശനികമായി ശങ്കരൻ പറഞ്ഞതെന്ന് അന്യമായി എനിക്ക് ഒന്നും പറയാനെന്ന് പറഞ്ഞ ഗുരുദേവനെ അല്ലേ എന്ത് ചെയ്തു? കൊണ്ടുപോയിട്ട് ആലോചിച്ചു നോക്കൂ. എങ്ങനെ നോക്കിയാൽ എന്തിനാണോ ഇത് വന്നത് അതൊക്കെ കൂട്ടി യോജിപ്പിക്കാൻ വന്നതൊക്കെ ഭേദകൽപ്പനയായിരുന്നു. പക്ഷെ ഭക്തി എന്തിനുള്ളതാണ്? സ്നേഹം എന്തിനുള്ളതാ? ഈശ്വരോന്മുഖമായ സ്നേഹത്തിന് പറയുന്ന പേരാണല്ലോ ഭക്തി, അല്ലേ? ഭക്തി എന്ന് പറഞ്ഞാൽ സ്വാത്തു അസ്മിൻ പരമപ്രേമരൂപ എന്നാണ് ഭക്തിശാസ്ത്രം നിർവചിക്കുന്നത്. സാ തു അസ്മിൻ പരമപ്രേമരൂപ. അപ്പൊ എന്താണ്? ആ അഭേദ ദൃഷ്ടി, മറ്റുള്ളതിൽ നിന്ന് ഭിന്നനാണ് ഞാനെന്നല്ല. പിന്നെന്താണ്? ഭിന്നനല്ലാത്തവനാണ് ഞാനെന്നാണ്. അവനിലുള്ളവനല്ല ഭക്തി, ഇവനിലുള്ളതാണ്.
ഇവനിൽ ഭക്തി ഉണ്ടായി കഴിഞ്ഞാൽ എന്തായി? എല്ലാറ്റിലും ആ ഭക്തി ഉണ്ടായി. കാരണം ഇവൻ ആരെന്ന് അറിഞ്ഞാൽ പിന്നെ അവനും ഞാനും തമ്മിൽ ഭേദമില്ല. ഇതായിരുന്നു ഭക്തി എന്നിരിക്കെ ആ ഭക്തിയെ എന്ത് ചെയ്തു? അത് വേറെ വേറെ ആക്കി തന്നു. സാത്വ അസ്മിൻ പരമപ്രേമരൂപ എന്നുള്ളത് സാ ത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് ആയിത്തീർന്നു. എന്തുകൊണ്ടത്? സ്നേഹം എന്നുള്ളത് പിണ്ഡീകരണ ഹേതുന സ്നേഹം. പലതിനെ കൂട്ടിച്ചേർക്കുന്നതിന് പേരാണ് ഇത് സ്നേഹം. ഏതാ സ്നേഹം? നെയ്യ്, വെള്ളം, ഇതൊക്കെ സ്നേഹം. വേറൊരു സ്നേഹമുണ്ട്. പേജൊക്കെ മറിക്കാൻ ഉപയോഗിക്കുന്നത്, പേജ് മറിക്കാൻ ഉപയോഗിക്കുന്നത്, നോട്ട് എണ്ണാൻ ഉപയോഗിക്കുന്നത്, സൂചിയിൽ നൂല് കുറക്കാൻ ഉപയോഗിക്കുന്ന സ്നേഹം അല്ലേ? ഉമിനീരിന് ഒരു പണിയെ കണ്ടെത്തിയിട്ടുള്ളൂ. ഉമിനീരിലൂടെയും എഴുത്ത് പകരുന്ന കണ്ടെത്തിയോടുകൂടി അത് നിരോധിച്ചു. പല രാജ്യങ്ങളും അത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഗതി ശരിയാക്കി കളയും. അത്രത്തോളം മാരകമായ കുറ്റമായിട്ട് കണ്ടെത്തി. ഇവിടെയോ പൊതുവെ മലപ്പുറം ജില്ലയിൽ ഈ ബസ്സിൽ ടിക്കറ്റ് കൊടുക്കാറില്ല. എന്നാലും ടിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാവും ഇത് തൊട്ടാക്കിയിട്ട് കൊടുക്കും. പേജ് മറിക്കാനും കുട്ടികൾക്ക് പേജ് മറിക്കാനും ഇനി ടീച്ചർക്ക് നോക്കിയ ടീച്ചർക്ക് മറക്കും. ഇത് തന്നെ പണി. അതെ. അപ്പൊ അതും സ്നേഹമാണ്. എന്തുകൊണ്ട് കൂട്ടിച്ചേർക്കുന്നത്? രണ്ടെണ്ണത്തെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ പലതിനെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് എന്ത്? സ്നേഹം എന്നറിയാം. അപ്പൊ വെള്ളം സ്നേഹമാണ്, ഘൃതം നെയ്യ് സ്നേഹമാണ്. അതുപോലെ ഒരു സ്നേഹമാണ് ഇത്. പലതായ നമ്മയൊക്കെ കൂട്ടിച്ചേർത്ത് ഒന്നായി ചേർക്കുക. എങ്ങനെ? ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബത മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ. അല്ലേ? ആരുടെ? ഭഗവാന്റെ. അതുണ്ടായ എന്താണോ? ഈ പലതല്ല, നമ്മളാരും പലരല്ല എന്ന് പറയും. ഇത് തന്നെ എല്ലാ വേദമന്ത്രങ്ങളും. സംഘച്ചദ്വം സംവദദ്വം സംഭവ മനാംസി ജാനത എന്ന് ഋഗ്വേദ സംഹിത മന്ത്രം. എവിടെ നോക്കിയാലും ഇത് തന്നെ കാണാനുള്ളൂ. പക്ഷെ അതൊക്കെ എന്തായി? വേറെ വേറെ വേറെ. ഇതൊന്നും ഇനി തുടങ്ങിയൊന്നല്ല, എല്ലാ കാലത്തും ഉണ്ട് ഇതിന് വിപരീതമായ പ്രവൃത്തി. ഏതായാലും അവിടെ പറയുന്നത് ഈ ഭക്തി എന്നുള്ളത് ഭേദത്തെ അഭേദമാക്കാനുള്ളതാണ്. ഭക്തന്റെ മുന്നില് യാതൊരുവിധ ഭേദവും കൽപ്പിക്കരുത്. ഏത് ഭേദം? ഭക്തന്മാരുടെ ഇടയിൽ ജാതി ഭേദമോ മതഭേദമോ പിന്നെന്താ വേണ്ടത്? ധനഭേദമോ പിന്നെയോ സ്ത്രീ പുരുഷ വ്യത്യാസത്തിൽ പറയുന്നത് ലിംഗഭേദമോ ഒന്നും കൽപ്പിക്കാവതല്ല. സോപാന സ്ഥാനത്ത് എല്ലാവർക്കും തുല്യസ്ഥാനമാണ്. അവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ അല്ലെങ്കിൽ ധനികനെന്നോ അല്ലെങ്കിൽ ധനം ഇല്ലാത്തവനെന്നോ ഉച്ചനീചത്വ കൽപ്പനകളൊന്നും എവിടെ? ഭക്തന്റെ ഇടയിൽ ഉണ്ടാവരുത്. ആ ഉണ്ടാവുന്ന ഭക്തി അല്ല എന്ന് ആര്? ഭക്തിയുടെ ആചാര്യൻ നിർവചിച്ചിരിക്കുന്നു. ആരാ ഭക്തിയുടെ ആചാര്യൻ? നാരം ദദാതീതി നാരദൻ. നാരം ആത്മജ്ഞാനം ദദാതി വിതരണം ചെയ്തവൻ. ഏഷണിക്കാരനല്ല എന്നർത്ഥം. നാരദ പരിവ്രാജകോപനിഷത്ത്, നാരദീയ ഭക്തിസൂത്രങ്ങൾ, നാരദര് എഴുതിയ ഭക്തിസൂത്രം എന്നുള്ളത് ഇതര ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്തതല്ല, സ്വാനുഭവമാണ്. സ്വാനുഭവത്തെ ഒരു ഗ്രന്ഥമാക്കണമെന്നുള്ള അപേക്ഷ പ്രകാരം സ്വാനുഭവത്തെ ഗ്രന്ഥമാക്കി തീർത്തത് കൊണ്ടാണ് നാരദരുടെ പേരിൽ അറിയപ്പെട്ടത്. ഭക്തി എന്നുള്ളത് എന്താണ്? അദ്ദേഹം അതിൽ പറയുന്ന നാരദ ഭക്തി സൂത്രത്തിൽ അയാൾ പറയുന്ന ഒരു ഒറ്റ വാക്യം മതി. എന്താണ് ഭക്തി എന്ന് പറയുമ്പോൾ? എന്താണ്? മൂകാസ്വാദനവർ, മൂകന്റെ ആസ്വാദനം പോലെ അനുഭവികമാണ് ഭക്തി. ഭക്തി എന്നുള്ളത് അനുഭവിച്ചറിയേണ്ടതാണ്. അത് അനുഭവത്തിൽ അവസാനിക്കുന്നതാണ്. ആ അനുഭവത്തെ അനുഭവിക്കുന്ന ഒരാള്, അതായത് എനിക്ക് ഇന്ന് ഒരു ചായ കുടിച്ചപ്പോൾ ആ ചായയുടെ സ്വാദ് എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞു തരൂ. നല്ല ചായ, അത് പറഞ്ഞു. എന്താ? നല്ല പൊടി ഉണ്ടായിരുന്നു, അത് നല്ല ചായന്റെ ലക്ഷണമല്ല. നല്ല പാലുണ്ടായിരുന്നു, അത് ചായയുടെ ലക്ഷണമല്ല. മധുരം ഉണ്ടായിരുന്നു, അത് അതിന്റെ ലക്ഷണമല്ല. അത് ചായപ്പൊടിന്റെയോ അത് പഞ്ചസാരന്റെയോ പാലിന്റെയോ ഒക്കെ ലക്ഷണമാണ്. ചായ കുടിച്ചു, അതിന്റെ അനുഭവം എന്ന് പറഞ്ഞു തരുമോ? അത് കുറച്ച് കുടിച്ചു നോക്കൂ.
ഒരനുഭവം ഒരാൾക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. എന്നാൽ പറയണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട്? പദം വരുന്നില്ല. അയാൾ മൂകനും കൂടിയാണെങ്കിലോ ഇതിനെ പറയും വേണ്ട. അതുകൊണ്ട് മൂകന്റെ ആസ്വാദനം പോലെയാണ് ഏത് ഭക്തി എന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? അതാണ് അനുഭവ തലത്തിൽ നിന്ന് നിർവചിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ മറ്റ് പുസ്തകങ്ങളും എടുത്തതല്ല. മനസ്സിലായോ? മറ്റു ആചാര്യന്മാർ പറഞ്ഞതിനെ നിർവചിക്കല്ലേ, സ്വാനുഭവ തലമാണ്. അത് അദ്ദേഹം അനുഭവിച്ചറിഞ്ഞു. ആ അനുഭവിച്ചറിഞ്ഞതിനെ വാക്കുകളായി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഭക്തിയുടെ ആചാര്യൻ നാരദീയ ഭക്തി. അതെ, അതുകൊണ്ട് അത് വേണ്ടത് നാരദീയ ഭക്തിസൂത്രം മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പറയാൻ പറ്റുക. പ്രമാണം അതാണല്ലോ. എന്തുകൊണ്ട്? അപ്പൊ ആ പ്രമാണം വെച്ച് നോക്കിയാൽ എന്താണ്? അത് ഭേദബുദ്ധി ഇല്ലാതാക്കലാണ് അർത്ഥം, അല്ലാതെ ഭേദം ഉണ്ടാക്കാനല്ല എന്നർത്ഥം. അവിടെ കാലദേശ വ്യക്തി പരിമിതിയിൽ ഒതുങ്ങുന്നതല്ല ഭക്തി എന്ന് പറയുന്നുണ്ട്. ഏതൊരു ഭക്തിയാണോ കാലത്തേലും ദേശത്താലും പരിമിതി കൽപ്പിക്കുന്നത്, പരിധി കൽപ്പിക്കുന്നത്, മതിലുകൾ തീർക്കുന്നത്, അത് ഭക്തി അല്ല എന്ന് അദ്ദേഹം നിർവചിക്കുന്നുണ്ട്. പഠിക്കേണ്ട പുസ്തകമാണ്. അതെ, ഭാഗവതം പുരാണമാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് എല്ലാ പുരാണങ്ങളും പറയേണ്ടി വരും. ഭാഗവതത്തിനെ മാത്രം പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഏത് പുസ്തകത്തെയും ഈ ഒരു ദൃഷ്ടിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുക ബ്രഹ്മസൂത്രത്തിന്റെ നിർവചനാണെന്ന് പറയേണ്ടി വരും. ജന്മാദ്യസ്യ യഥോന്നയാദിതരകസ്കപ്തേഷു അഭിജ്ഞസ്വരാട് എന്ന് തുടങ്ങുന്നത് ഏതാണ്? ജന്മം തുടങ്ങിയ ഏതിൽ നിന്നാണോ എന്ന ബ്രഹ്മസൂത്രത്തിന്റെ നിർവചനാണ് ഏത്? ഭാഗവതം എന്ന് പറയേണ്ടി വരും. പറഞ്ഞൂടെ? പറയാൻ പറ്റും. പക്ഷെ അത് പ്രകാരമാണോ വ്യാഖ്യാനിക്കുന്നത് ചോദ്യം. അങ്ങനെയാണെങ്കിൽ രാസലീല മാറ്റേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഈ ശ്രീകൃഷ്ണന്റെ വയസ്സും കൂടി പറഞ്ഞിട്ട് വേണ്ടി വരും ഏത്? വസ്ത്രം കൊണ്ട് വെച്ച് പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 16,008 ഭാര്യമാരെ കുറിച്ച് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഗോവർദ്ധന ഉദ്ധാരണത്തെ കുറിച്ച് പറയാൻ പറ്റില്ല. ഇതൊന്നും ഇന്ന് കാണുന്നത് ഇതാ പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവരും കൊണ്ടുപോയി പോകാൻ പറ്റില്ല, സ്വർണം കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെ കാലദേശങ്ങളൊക്കെ അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമായിരിക്കും. ശ്രീകൃഷ്ണൻ തന്നെ എന്തായിരിക്കും? ഗർഗമുനി എന്തുകൊണ്ട് കൃഷ്ണൻ എന്ന് പേരിട്ടെന്ന് ചോദ്യം വരും. ഇതൊക്കെ ചോദ്യം വരും, ഒരുപാട് ചോദ്യം വരും. ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ എന്നുള്ളത് മാറ്റേണ്ടി വരും. കൃഷ്ണായ പരമാത്മനെ നമഃ എന്നാക്കേണ്ടി വരും. എന്താ? ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരേണ്ടി വരും. ഇനി വേറൊന്ന് ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ, മറ്റൊക്കെ എഴുതി കഴിഞ്ഞിട്ട് വ്യാസനും മറ്റു അപകടങ്ങൾ മറ്റു അബദ്ധം മുഴുവൻ ചെയ്ത് വെച്ചിട്ട് അവസാനം തോന്നിയതാണ് അത്ര എന്ത്? ഭാഗവതം ഉണ്ടാക്കാം. എന്നിട്ട് തൃപ്തനായി. നഷ്ടം. അതുവരെ ചെയ്തൊക്കെ വൃഥ. ആർക്ക്? നമ്മൾക്ക് കാണുന്ന പറയാന്ന് വെച്ചാൽ കുഴപ്പമില്ല, അല്ലേ? അഖില ലോകത്തിനും ഗുരുവായ, അഖില ജഗത്തിനും ഗുരുവായ വേദവ്യാസനിൽ നമ്മൾ ആരോപിച്ചു എന്ത്? അദ്ദേഹം അതുവരെ ചെയ്ത പ്രവൃത്തി മുഴുവൻ വെറുതെ. എന്നിട്ടോ പിന്നെ ചെയ്തത് നന്നായി. ഇങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ എന്തുണ്ടാവും? ഒക്കെ പറയുമ്പോ പക്ഷെ നാരദഭക്തി സൂത്രത്തിൽ അങ്ങനെ കാണാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. എന്നിട്ട് രാധ ഉണ്ടോന്ന് ചോദിച്ചാൽ രാധേനെ ആരാധയാമി എന്നൊക്കെ പറഞ്ഞിട്ട് രാധേനെ ഉണ്ടാക്കരുത്. അല്ലാതെ ഭാഗവത്തിൽ രാധേനെ കാണില്ലല്ലോ. എന്താ ഇങ്ങനെ എന്നിട്ട് അതിനെ നിർവചിക്കുക. ഇങ്ങനെയൊക്കെ എന്തൊക്കെയാ കാണിച്ചു കൊടുക്കുന്നത്. ഇനി അതിലും വലിയ വിശേഷം അതുമില്ല. 7 ദിവസം കൊണ്ട് അന്ന് പരീക്ഷിത രാജാവിന് കേട്ടിട്ട് എന്തായാവും, അല്ലേ? എന്നിട്ട് മുളയും കൊണ്ടുപോയി 7 ദിവസം കൊണ്ട് സപ്താഹം നടത്തി കഴിഞ്ഞാൽ ഗുണാവും എന്നാ പറയുന്നത്. ഗുണാവും, ആർക്കെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവുമല്ലോ. എന്താ അന്ന് അങ്ങനെ നടത്തിയിട്ട് ഇന്ന് ഗുണം ഉണ്ടാവും. അന്ന് നടത്തി നന്നായോ ശരി തന്നെ, ഇന്ന് നടത്തി വിചാരിച്ച് ഗുണം ഉണ്ടാവും എന്ന് പറയാൻ പറ്റുമോ? ഗുണമുണ്ടോ? ഗുണമുണ്ട്, ആർക്കെങ്കിലും ഗുണം ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മളെ സപ്താഹത്തിന് വിളിക്കാറുണ്ട്, നമ്മൾ പറയാറുണ്ട് 7 ദിവസം കൊണ്ട് തീർക്കൽ എവിടെ എത്തുന്ന വെച്ചാൽ അവിടെ നിർത്തി തരാം. അതിന് പേര് സപ്താഹം എന്ന് പേരിട്ടുള്ളൂ, കുഴപ്പമില്ല, എന്തായിക്കൂടെ? മറിച്ച് ആ ദിവസം കൊണ്ട് ഇത് മുഴുവൻ കഴിക്കണം. എന്നിട്ട് എന്തിനാ അത്?
എന്നിട്ട് കുറേ അഭിനയം. വേറെ നല്ലത് ബാലയാർത്ത് തന്നെയാണ്. അതെ, അതും അഭിനയല്ലേ? അതുകൊണ്ട് ഭേദബുദ്ധി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഏത് ഭക്തി. ഈ ഭക്തിയുടെ പേരിൽ എന്താണ് ഭാഗവതത്തിന്റെ പ്രത്യേകത? ജ്ഞാനവൈരാഗ്യം. അതാണ് ഭാഗവതത്തിൽ പറഞ്ഞതാണ്. ഇത് ജ്ഞാനവും വൈരാഗ്യവും തീർത്തും വിവശരാണ്. പിന്നെയോ ഭക്തിയോ? ഭക്തി വളരെ ഊർജ്ജസ്വലമാണ്. ആ ഭക്തിക്ക് പേരെന്താണ്? കപടഭക്തി. സീസണൽ ഭക്തി പോലെ തന്നെ ഒരു ഭക്തി. കാലം വരുമ്പോൾ ഉണ്ടാവുന്ന ഭക്തി, അല്ലെങ്കിൽ ചില ദേശത്ത് ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഭക്തി. ആ ദേശം വിട്ടുപോയ ആ ഭക്തി ഉണ്ടാവില്ല. ചില കാലത്ത് വരുന്ന ഭക്തി, വൃശ്ചികമാസത്തിലൊക്കെ വരുന്ന ഭക്തി നല്ലതല്ലേ? നല്ലതാണ്, ഒന്നുമില്ലാത്തൊരു ഭേദമല്ലേ അത്. പക്ഷെ അത് നാരദര് ഭക്തിയായിട്ട് പറഞ്ഞിട്ടില്ല. ഭക്തിശാസ്ത്രത്തിന്റെ പ്രമാണമായ നാരദ ഭക്തി സൂത്രങ്ങളിൽ അത് പ്രമാണമായിട്ട് പറഞ്ഞിട്ടില്ല. കാലദേശ വ്യക്തി പരിമിതിയിൽ ഒതുങ്ങുന്നത് ഭക്തി അല്ലെന്നേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അപ്പൊ ഭക്തിശാസ്ത്രത്തിന് അനുസൃതമായി വ്യാഖ്യാനിച്ചാലെന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ തെറ്റെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. തെറ്റെന്ന് പറയാൻ നമ്മളാരാ? മറിച്ച് ഒന്നുമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇനിയെങ്കിലും ഒന്ന് ആവട്ടെ, നല്ലതല്ലേ. പക്ഷെ അത് ഭക്തി എന്ന് പേര് വിളിക്കരുതെന്ന് ആരതിൽ പറയുന്നത്. വേറെ എന്തെങ്കിലും പേര് വിളിച്ചു. അപ്പൊ അതിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടി, ഏത് സീസണൽ ഭക്തിന്നോ? എന്നാലും ഭക്തി എന്ന് പേരൊന്നുമില്ലേ? എന്താ, ചില സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭക്തി, ഗുരുവായൂരൊക്കെ പോയാൽ നല്ല ഭക്തിയായി, വേറെയോ പിന്നെ ആരെ എല്ലാറ്റിനെയും അവഗണിക്കുകയും ചെയ്യും. ചില വ്യക്തികളെ കാണുമ്പോൾ നല്ല ഭക്തി, ചില വ്യക്തികളെ കാണുമ്പോഴോ സംഗതി കുഴപ്പമായി. അല്ലെങ്കിൽ വിഗ്രഹത്തിൽ മാത്രം ഒതുങ്ങുന്ന ഭക്തി, സഹജീവികളെ പോലും കണ്ടില്ലെന്ന് നടിക്കുന്ന ഭക്തി. എന്നിട്ട് ചൊല്ലും ചെയ്യും സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്. അതെന്നെ നടന്നുകൊണ്ടിരിക്കുക. കല്ലിൽ എന്തൊരു ഭക്തി വേണ്ടെന്ന് പറഞ്ഞില്ല, കല്ലിലും ഭക്തി ഉണ്ടാവട്ടെ, സർവത്തിലും ഭക്തി ഉണ്ടാവട്ടെ. പക്ഷെ ആദ്യം ഇതിൽ വേണം. തന്റെ സഹജീവികളിൽ പോലും, ജീവനുള്ള മനുഷ്യനിൽ പോലും ഭക്തിയില്ലാതെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പോഴേക്ക് അഥവാ ഭക്തിയായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോഴേക്ക് പറയും ആൾ ദൈവങ്ങളെ പൂജിക്കാൻ തുടങ്ങി എന്ന് പറയും. പിന്നെ എന്താ, പട്ടിദൈവങ്ങളെ പൂജിക്കണം, പൂച്ചദൈവങ്ങളെ പൂജിക്കണം. സഹജീവികളിലല്ലേ ആദ്യം പൂജിക്കാൻ പഠിക്കണ്ടേ? മനുഷ്യനോട് പെരുമാറാൻ പഠിക്കണ്ടേ? മനുഷ്യനിലുള്ള ദിവ്യഭാവത്തെ, ദേവന്റെ ഭാവത്തെ കാണാൻ പഠിക്കണ്ടേ? അതല്ലേ ദിവ്യഭാവം. മനുഷ്യനിൽ ദേവനെ കാണാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ലേ മത്സ്യവും കൂർമ്മവും വരാഹവും ഒക്കെ മനുഷ്യരൂപത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. മനുഷ്യനെ മനസ്സിലാക്കാൻ മനുഷ്യരൂപത്തിലുള്ള ഈശ്വരൻ അല്ലേ നല്ലത്, അല്ല പട്ടിരൂപത്തിലുള്ള ഈശ്വരനാ? അതിന്റെ അർത്ഥം ഈശ്വരൻ പട്ടിരൂപത്തിൽ വരില്ലെന്നൊന്നും പറയണ്ട, ഏത് രൂപമായാലും അവിടുത്തെ രൂപം തന്നെ ആയിക്കോട്ടെ. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപ. 1000 തലി 1000 കാലും. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഭജ സേവായാം എന്നായിത്തീരും. ഭജന ചൊല്ലി ഇരിക്കുകയല്ല ചെയ്യുക, ഭജന ചൊല്ലും, ഒപ്പത്തിനൊപ്പം എന്ത് ചെയ്യും? സേവനം ചെയ്യും. സേവ, സഹായമല്ല, സേവ. ഭജ് ധാതുവിന് സേവ എന്നാണ് അർത്ഥം. അപ്പൊ അതിൽ നിന്നുള്ള അനുഗ്രഹം, അനു എന്നുള്ള ഉപസർഗത്തിന് എന്താണ്? പിന്തുടർന്ന് ഗ്രഹിക്കുക എന്നുള്ളതുമാകും. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇങ്ങനെയാവും, 10 രൂപ കിട്ടിയാൽ പാഴ്സലായിട്ട്, അല്ലെങ്കിൽ ഇല്ലേ. ശിഷ്യ വിത്തോപഹാര ഗുരു ശിഷ്യ അജ്ഞാനം ദൂരീകരോതി ഗുരു ന. ശിഷ്യന്റെ അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന ഗുരുക്കന്മാർ എല്ലാ കാലത്തും വിരളമാണ്. ശിഷ്യന്റെ വിത്തത്തെ അപഹരിക്കുന്ന ഗുരുക്കന്മാർ എല്ലാ കാലത്തും ധാരാളമുണ്ട്. ഇപ്പം 3-4 ദിവസം മുമ്പ് ഒരു ക്ഷേത്രത്തിൽ പോയപ്പോ കണ്ടതാ. എന്താ കണ്ടതെന്ന് അറിയോ? ബൈക്കിന്റെ താക്കോൽ പൂജിക്കാൻ 51 രൂപ, കാറിന്റെ താക്കോലാണെങ്കിൽ 101, കാര്യസാധ്യ പുഷ്പാഞ്ജലിക്ക് 25 രൂപയുള്ളൂ. ഇങ്ങനെ ഒരു കച്ചവടം, എന്ത് കിട്ടിയാലും കച്ചവടം. എന്നാലോചിച്ചു. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ ക്ഷേത്രം നടക്കില്ല എന്നാ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് നടത്തിയിട്ട് ഈ കാപട്യവും വഞ്ചനയുടെ ഉയർത്തിയിട്ട് എന്ത് കാര്യമാണ്? നേരായ മാർഗത്തിലൂടെ ഉയരുന്നതല്ലേ ഏറ്റവും നല്ലത്. ഇത് അവിടെ തന്നെ പഠിപ്പിക്കണം. എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ. എന്താപ്പാ വാഹന പൂജ? ആരുടെങ്കിലും കയ്യിൽ എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്കും അത്യാർത്ഥിയോട് കൂടി അത് പിടിച്ചു പറിക്കാനുള്ള ആവേശം. നേരായ മാർഗത്തിലൂടെ അല്ല. അപ്പൊ നേരായ മാർഗത്തിലൂടെ കൊടുക്കാഞ്ഞിട്ടാണെന്ന് ചിലപ്പോൾ അവൾ പറഞ്ഞേക്കാം. എന്തിനും ന്യായീകരണം ഉണ്ടാവും. ഏതായാലും
ഇവിടെ പറയുന്നത് യാതൊരു ഭേദബുദ്ധിയും ഇല്ലാത്തതാണ്. യാതൊന്നാണോ ഇനി പറയാണ്, അനണ്ണസ്ഥൂലമഹസ്വം അദീർഘം അജം അവ്യയം അരൂപ ഗുണവർണ്ണാക്യം തദ് ബ്രഹ്മേത്യവധാരയേത്. യാതൊന്നാണോ അണുവല്ലാത്തത്, സ്ഥൂലമല്ലാത്തത്, ഹ്രസ്വമല്ലാത്തത്, ദീർഘമല്ലാത്തത്, ജനനമില്ലാത്തത്, നാശമില്ലാത്തത്, രൂപം വർണ്ണം മുതലായവ ഇല്ലാത്തത്. നേരത്തെ പറഞ്ഞത് ഭേദമില്ലാത്തത്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ഗുണമില്ലാത്തത്, വർണ്ണമില്ലാത്തത്, വർണ്ണം എന്ന് പറഞ്ഞാൽ നിറം മുതലായവ ഇല്ലാത്തത്. പിന്നെയോ നാശമില്ലാത്തത്. പിന്നെയോ ജനനമില്ലാത്തത്, ഹ്രസ്വമല്ലാത്തത്, ദീർഘമല്ലാത്തത്, സ്ഥൂലമല്ലാത്തത്, അണുവല്ലാത്തത്. ഇതൊക്കെയാണ് ഏത്? നിഷേധഭാഷ. അപ്പൊ ഇതൊക്കെ ആണെങ്കിലോ അതൊന്നും ബ്രഹ്മമല്ല, വേറെന്തൊക്കെയാണ്. ഇതിലേതെങ്കിലും ഒരു അല്ലേ നാശമുള്ളതാണെങ്കിൽ അത് ബ്രഹ്മമല്ല. മനസ്സിലായിക്കൂടെ? പിന്നെയോ അണുവല്ലാത്തത് എന്ന് പറഞ്ഞാൽ അണുഭാവത്തെ, ഏറ്റവും ചെറുതെന്ന ഭാവത്തെ നിഷേധിച്ചു. അണോരണീയാൻ മഹതോ മഹീയ. അണുവിൽ വെച്ച് അണുവും മഹത്തിൽ വെച്ച് മഹത്വം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അണുവല്ലാത്തത് വലുതും അല്ലാത്തത് എന്നാണ്. ചെറുതും അല്ലാത്തത് വലുതും അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ചെറുതെന്നോ വലുതെന്നോ വ്യവഹരിക്കാൻ പറ്റാത്തത്. അങ്ങനെയാണ് അർത്ഥം. ഈശ്വരൻ അടുത്താണ് ദൂരെയുമാണെന്ന് ഒരേ നാവ് കൊണ്ട് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അടുത്തുമല്ല ദൂരെയുമല്ല, അത് സർവ്വവ്യാപിയാണെന്നാണ്. ഈ നിഷേധ ഭാഷ പഠിച്ചാൽ ബ്രഹ്മത്തെ എന്താണെന്ന് മനസ്സിലാക്കാൻ എങ്ങനെ? ഇതല്ല എന്നുള്ളതിലൂടെ എന്താണെന്ന് അറിയാം. അതെങ്ങനെയാണ്? അനുഭവമാണ്. ആ അനുഭവത്തെയോ പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. എങ്ങനെ? ഞാൻ ഉണ്ട് എന്ന് ഞാൻ ഏറ്റവും ബോധവാനായിരിക്കുന്നത് പോലെ ഞാൻ അറിവുള്ളവനായിത്തീരുന്നു. പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞു കൊടുക്കല് തന്നെ നിഷേധ ഭാഷ. അണുവല്ലാത്തത് അസ്ഥൂലം അനണ്ണു അഹ്രസ്വം അദീർഘം എന്ന് ശ്രുതി. യാതൊന്നിന്റെ പ്രകാശം കൊണ്ടാണോ സൂര്യൻ മുതലായവ പ്രകാശിപ്പിക്കപ്പെടുന്നത്, യാതൊന്നാണോ മറ്റുള്ളവയുടെ പ്രകാശങ്ങളെ കൊണ്ട് പെടാത്തത്, നേരെ മറിച്ച് യാതൊന്നിനാലാണോ ഈ പ്രപഞ്ചമെല്ലാം പ്രകാശിക്കുന്നത് അത് ബ്രഹ്മമാണെന്നറിയുക. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, സ്വയം പ്രകാശകമായത് യാതൊന്നാണോ. സയൻസ് പഠിച്ച ഒരാൾ പറയും എന്ത്? സൂര്യനാണ്, സൂര്യൻ മറ്റുള്ളതിനെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നു. ഇപ്പൊ പറയില്ല കേട്ടോ, ഇപ്പൊ കുറച്ചു കാലമായിട്ട് പറയില്ല. പറയോ? ഇല്ല, കുറച്ചു മുമ്പ് പറഞ്ഞില്ല. അതുകൊണ്ട് അതിന് തിരുത്താം. ഇത് നമുക്ക് തിരുത്താൻ പറ്റില്ല. അന്നും ഇന്നും തിരുത്തുന്നില്ല. എന്താ പറഞ്ഞത്? സമേവ ഭാന്തം അനുഭാതി സർവം. അത് തിരുത്താൻ പറ്റുമോ? ശ്രുതിവാക്യത്തെ തിരുത്തിയില്ല. ഇന്ന് വരെ തിരുത്തേണ്ട ഗതികേട് വന്നിട്ടില്ല. യാതൊന്നാണോ സ്വയം പ്രകാശകമായ. ഏതാ സ്വയം പ്രകാശമായത്? ഒന്നും മാത്രമേ ഉള്ളൂ. അതേതാ? ആത്മാ. ആത്മാ സ്വയം പ്രകാശകമാണ്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു പ്രകാശത്തിന് കഴിയുന്നില്ല. ഏതാ ആത്മാ? എന്നിൽ ഞാനായി വർത്തിക്കുന്ന ആത്മാ. അപ്പൊ ആത്മാ, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആത്മാ. പ്രത്യക് എന്നോ പരം എന്നോ ഒക്കെ വേറെ വേറെ നമ്മളുടെ പരിധിയിൽ വെച്ച് പറയുക. എങ്കിലും ആത്മാ ആണ് പ്രകാശിപ്പിക്കാൻ സ്വയം പ്രകാശകമായിരിക്കുന്നത്. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊരു വസ്തുവിന് സാധ്യമല്ല. സൂര്യനേക്കാളും വലുത് ആത്മാ. അതെ. അത് പ്രത്യക് എന്നുള്ളതോ ജീവാത്മാ എന്നോ പരമാത്മാ എന്നോ ഭേദം കൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സുകളാണ്. എന്താ? അതല്ലേ കേനോപനിഷത്തിന്റെ ചർച്ച തന്നെ നടക്കുന്നത്. പ്രത്യേകാത്മാവല്ലേ വിഷയം. അവിടെ പ്രത്യക് എന്ന് പറയുന്ന ആത്മാ ശബ്ദം, പ്രത്യേകാത്മാ എന്നുള്ള ശബ്ദം വ്യക്തിനിഷ്ഠമായി ഉപയോഗിക്കുന്ന ശബ്ദമാണെന്ന് മാത്രമേ ഉള്ളൂ. പരമാർത്ഥ ദൃഷ്ടിയിൽ അവിടെ ആത്മശബ്ദം ഉപയോഗിക്കുന്നില്ല, അവിടെ ബ്രഹ്മം എന്ന് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് വാക്കിന് മാത്രമേ ആ ഉപയോഗിക്കുന്ന തലത്തിൽ മാത്രമേ മാറ്റുള്ളൂ. ആത്മാ എന്ന് കേൾക്കുമ്പോഴേക്ക് എന്ത്? പ്രത്യേകാത്മാ എന്ന് ഓർമ്മിക്കുന്നു. ബ്രഹ്മം എന്ന് പറയുമ്പോഴേക്ക് അത് പ്രത്യേകാത്മാവല്ല, അത് വ്യക്തിനിഷ്ഠമായിട്ട് മനസ്സിലാക്കേണ്ടതല്ല. പിന്നെന്താണ്? സമഷ്ടി ദൃഷ്ടിയിൽ മനസ്സിലാക്കണം. സമഷ്ടി വ്യക്തിത്വത്തെ മനസ്സിലാക്കണം.
അതേതാണ്? അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കാൻ അഥവാ പ്രത്യേകാത്മാവിനെ അഥവാ എന്നെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നിനും കഴിയുന്നില്ല. ഇത്രയും കാലം വിചാരം ചെയ്ത് മുഴുവൻ ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞു. സ്വയം പ്രകാശിക്കുന്നത് ഏതോ അത് ആത്മാ, നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തമേവ ഭാന ബന്ധം അനുഭാതി സർവം, സ്വയം പ്രകാശിക്കുന്ന അതിനെ അനുസരിച്ച് മറ്റെല്ലാം പ്രകാശിക്കുന്നു എന്ന് ഇത് എന്താ പറയണത്? ശ്രുതിയാണ്, സ്മൃതിയല്ല. നദഭാസയതേ സൂര്യ, അതേതാ? സ്മൃതി, ഗീത 15-ാം അധ്യായം. ഊർധ്വമൂലമതശാകം അശ്വത്ഥം പ്രാഹുരവ്യയം എന്നുള്ള 15-ാം അധ്യായം. അതിൽ വരുന്നതാണ് നദഭാസയതേ സൂര്യോ എന്നുള്ളത്. അത് ഏതാണ്? അപ്പൊ ഗീതയും പറയുന്നുണ്ട് എന്നറിയാം, സ്മൃതിയും പറയുന്നുണ്ട്. എന്താ പറയണത്? ബ്രഹ്മം സ്വയം പ്രകാശവും സർവവ്യാപിയും ആണെന്ന് ഉദാഹരണ സഹിതം സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്വയം അന്തർബഹിർവ്യാപ്യ ഭാസയന്നഖിലം ജഗത് ബ്രഹ്മ പ്രകാശദേവന്യേ പ്രദപ്തായ സപിണ്ഡവത്. ചുട്ടുപഴുത്ത ഇരുമ്പുണ്ടയിൽ അഗ്നി എന്ന പോലെ പ്രപഞ്ചത്തിന്റെ അകത്തും പുറത്തും അത് വ്യാപിച്ചിട്ട് പ്രപഞ്ചത്തെ മുഴുവനും പ്രകാശിപ്പിച്ചുകൊണ്ട് ബ്രഹ്മം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ചുട്ടുപഴുത്ത ഇരുമ്പ് കട്ട, സൂര്യനെ പോലെ അല്ലെ, അതിനെ എന്ന പോലെ പ്രപഞ്ചത്തിന്റെ അകത്തും പുറത്തും അത് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെ പ്രകാശിപ്പിക്കുന്നത് ഏത്? അത് ചുട്ടുപഴുക്കാൻ കാരണം എന്ന് കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് ഇതുവരെയുള്ള ഭാഗം കൊണ്ട് വേദാന്ത ശാസ്ത്രത്തെ സമഗ്രമായി വ്യാഖ്യാനിച്ചതിന് ശേഷം ശാസ്ത്രത്തിന്റെ പരമസിദ്ധാന്തങ്ങളെ സൂത്രരൂപത്തിൽ സംക്ഷേപിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഗ്രന്ഥത്തെ ഉപസംഹരിക്കുകയാണ് 63-ാമത്തെ ശ്ലോകം കൊണ്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് അവിടെ ബ്രഹ്മസൂത്രത്തിൽ പ്രതിപാദിക്കപ്പെട്ട ജഗത്തി ലക്ഷണം ഒക്കെയാണ് ഇനി വിസ്തരിക്കാൻ പോകുന്നത്. അത് അടുത്ത പ്രാവശ്യം നോക്കാം. ബ്രഹ്മസൂത്രം ഇതാണ് ചർച്ച. അപ്പൊ ബ്രഹ്മസൂത്രം മറിച്ച് നോക്കിയാലേ ഇത് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം പഠിക്കാൻ സുഖം ഉണ്ടാവും. ആ ഭാഗം കോഴിക്കോട് ക്ലാസ് നടക്കുന്നുണ്ട് തോന്നുന്നു അല്ലേ? ഉണ്ട്. 10-12 കൊല്ലായി തുടങ്ങിയത്. ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് പ്രസ്ഥാനത്രയത്തിൽ ഉപനിഷത്ത് വിചാര ഗ്രന്ഥമാണ്. ഉപനിഷത്തിനെ വിചാരം ചെയ്ത് ഉറപ്പിക്കാനുള്ളതാണ് ബ്രഹ്മസൂത്രം. ഉപനിഷത്തിന്റെ സാരമാണ് ഭഗവത്ഗീത. ഇതിനെ മൂന്നിനെയും കൂടി കൂട്ടിച്ചേർത്തലാണ് പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത്. 3 എണ്ണത്തിലാണ് ഈ പ്രസ്ഥാനം ഇത് പ്രകൃഷ്ടമായി സ്ഥാനം ചെയ്യുന്നത്. ഏത്? ഈ സനാതനധർമ്മം, ഹിന്ദു സനാതനധർമ്മം നിലനിൽക്കുന്നത് 3 അടിക്കല്ലുകളിലാണ്. ഏതൊക്കെയാണ് അത്? ഉപനിഷത്ത്, ഉപനിഷത്തിന്റെ സാരമായ ഭഗവത്ഗീത, ഉപനിഷത്തിന്റെ വിചാരഗ്രന്ഥമായ ബ്രഹ്മസൂത്രം. അപ്പൊ വിചാരം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഏതാന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല, അത് ബ്രഹ്മസൂത്രമാണ്. ആ ബ്രഹ്മസൂത്രത്തിൽ പറയപ്പെട്ട ലക്ഷണമാണ് എന്ത്? അവരുടെ ബ്രഹ്മലക്ഷണം. എന്താണ് ബ്രഹ്മം എന്ന് പറയുന്നത്? അതിൽ ആകാശം ബ്രഹ്മമാണെന്ന് പറയും. എന്തുകൊണ്ട്? ലക്ഷണം കൊണ്ട്, ലക്ഷണസാമ്യം കൊണ്ട്, ഗുണസാമ്യം കൊണ്ട്. ഇത് പറയുകയാണ് അവിടെ ചെയ്യുന്നത്. ആകാശത്തിന്റെ ഗുണം കൊണ്ട്, ആകാശത്തിന്റെ ഗുണം എന്താണോ ആ ഗുണസാമ്യം കൊണ്ട് അത് അതുപോലെ ഒരു ജ്ഞാനിയെ ബ്രഹ്മമാണ്, അയാൾ ബ്രഹ്മജ്ഞാനിയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഗുണസാമ്യം കൊണ്ട്. എങ്ങനെ ഗുണസാമ്യം? എന്തെല്ലാം ഗുണങ്ങൾ ബ്രഹ്മത്തെക്കുറിച്ച് ശാസ്ത്രം പറയപ്പെട്ടിട്ടുണ്ടോ അത് ആരിൽ കാണുന്നുവോ അയാൾ ബ്രഹ്മജ്ഞാനിയാണെന്ന് മനസ്സിലാക്കി. എപ്പോഴേക്കും നമുക്കൊക്കെ ഉണ്ടാവട്ടോ, അതല്ല പറഞ്ഞത്. അഖണ്ഡ സച്ചിദാനന്ദം, ഖണ്ഡിക്കാതെ മുറിക്കാതെ എപ്പോഴും എന്താ അതാരിലുണ്ടോ അയാളെ നമുക്ക് മനസ്സിലാക്കാം. എന്ത്? ഗുണസാമാന്യത്വം. അത് ഗുണസാമാന്യം കൊണ്ട് അയാൾ ബ്രഹ്മജ്ഞാനിയാണ് മനസ്സിലാക്കാം. അപ്പൊ ഒരാളെ കണ്ടു, അയാൾ വളരെ ആനന്ദത്തിലാണ് കഴിഞ്ഞു കൂടുന്നത്. അപ്പൊ നമ്മൾ കണ്ടു, നമ്മള് നിഗമനം തെറ്റായി പോകും. എന്തുകൊണ്ട്? അത് കുറച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ദുഃഖ സാഹചര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അയാൾ ദുഃഖമില്ലാതിരിക്കുക. ദുഃഖ സാഹചര്യം വന്നാൽ അയാൾ ദുഃഖിക്കും, സുഖ സാഹചര്യം വന്നാൽ അയാൾ സുഖിക്കുകയും ചെയ്യും. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ദുഃഖമൊന്നുമില്ലല്ലേ? ഓ ദുഃഖമൊന്നുമില്ല. എന്തുകൊണ്ട്? ദുഃഖിക്കാൻ ഒരു വകുപ്പും ഇല്ലാത്തതുകൊണ്ട്. വകുപ്പ് വന്നാൽ അതല്ല, എന്ത് വരട്ടെ എന്ന് പോട്ടെ, ആധ്യാത്മികമാവട്ടെ, ആദിദൈവികമാവട്ടെ, ആദിഭൗതികമാവട്ടെ, ആധ്യാത്മികമായ കരുത്ത് നേടിയ ഒരാൾ എന്തായിരിക്കും? ആദിദൈവികവും ആദിഭൗതികവും വന്നു കഴിഞ്ഞാൽ
ഇളകില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളെ ദുഃഖിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞത്. പക്ഷെ കരുത്ത് നേടിയോന്ന് അറിയണമെങ്കിൽ എന്ത് വേണം? പുസ്തകജ്ഞാനം കൊണ്ടോ ബുദ്ധിപരമായ അറിവ് കൊണ്ടോ അല്ല, അയാൾ അതിനെ സ്വാനുഭവത്തിലായി എന്നറിയാം. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പൂജിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾക്ക് അവിടെ എത്തിച്ചേരണം വിചാരിച്ചിട്ട്. ഗുരുവിനായി മംഗളം, ഗുണത്തിനായി മംഗളം. ആ ഭാവത്തെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ ഉപാസിക്കുന്നു. എന്തുകൊണ്ട്? അയാളെ ശരീരത്തെ അല്ല, പിന്നെന്താ, അയാളിൽ എന്തൊന്നുണ്ടോ അത് എനിക്ക് ആവണം എന്ന് വിചാരിച്ചിട്ട് മോളിന്ന് താഴോട്ട് ഇങ്ങോട്ടാണല്ലോ വരിക. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുനിയുന്നു. ഇത്രയും അല്ലെങ്കിൽ വേണം. അത് ആണെങ്കിൽ പിന്നെ അതോടെ കുനിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനാ കുനിയുന്നത്? എന്തൊരു ഗുണമാണ് ഒരാളിൽ ഞാൻ എന്തൊരു ശ്രേഷ്ഠതയാണോ കാണുന്നത്, ആ ശ്രേഷ്ഠ എന്താ നല്ലതാണെന്ന് എനിക്ക് ശ്രേഷ്ഠമായി തോന്നണം. എനിക്ക് നികൃഷ്ടമായി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ കുനിയാൻ പാടില്ല. അതിനെ ഞാൻ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉപാസന ഏതുവരെ ഉണ്ട്? ഉപാസിക്കുന്നവൻ, ഉപാസിക്കപ്പെടുന്ന തലം, ഉപാസന കൊണ്ട് എത്തിച്ചേരേണ്ട തലം, ഈ ത്രിപുടി നീങ്ങുന്നത് വരെയേ ഉപാസനയുള്ളൂ. ഉപാസനയുടെ ഭാഗമാണേത്? കുനിയലൊക്കെ അല്ലേ? അല്ലേ? ആണല്ലോ. അതുകൊണ്ട് ബാക്കി എല്ലാം വരും. സിദ്ധന്റെ സിദ്ധി, സാധകന്റെ സാധന. സിദ്ധന്റെ സിദ്ധി, സാധകന്റെ സാധന എന്ന അർത്ഥത്തിൽ. അതുകൊണ്ട് ഇവിടെ ഇതുവരെയുള്ള ഭാഗം കൊണ്ട് വേദാന്ത ശാസ്ത്രത്തെ സമഗ്രമായി വ്യാഖ്യാനിച്ച് കഴിഞ്ഞു. കടുകട്ടിയല്ലേ ആർക്ക്? നമ്മെ സംബന്ധിച്ചു അല്ലേ? എന്തായാലും വേദാന്തത്തിൽ പറയപ്പെട്ട, ശ്രുതിയിൽ പറയപ്പെട്ട അനേകം വാക്കുകളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് പ്രാവശ്യം അല്ലേ, അരച്ചതിന് വീണ്ടും അരച്ച് വീണ്ടും വീണ്ടും അത് ആവർത്തിച്ച് തൂണ് നാട്ടുന്ന ന്യായം പോലെ വീണ്ടും വീണ്ടും ഇളക്കി പറിച്ച് വീണ്ടും തറച്ച് ഇനി ഇളകാത്ത വിധത്തിൽ ആ ശ്രുതിവാക്യങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി ഒരു സഹായകം എന്നോണമാണ് പ്രകരണ ഗ്രന്ഥങ്ങളെ രചിച്ചത്. ആ പ്രകരണ ഗ്രന്ഥങ്ങളിൽ തത്വബോധവും ആത്മബോധവും ഒക്കെ കൂടുതൽ കൂടുതൽ അതിനുറപ്പിക്കാൻ, നമുക്ക് ഉറപ്പിക്കാൻ. അതുകൊണ്ട് വിരസത എന്നുള്ളത് വേദാന്തത്തിൽ പ്രശ്നമല്ല എന്നാണ്. എന്തുകൊണ്ട്? കേട്ടതന്നെ പറഞ്ഞതന്നെ വീണ്ടും വീണ്ടും പറയുന്നു. ഇതര സാഹിത്യങ്ങളിലൊക്കെ ആണെങ്കിൽ അത് വിരസതയ്ക്ക് കാരണമാവും. പക്ഷെ ഇവിടെ വിരസത ഉണ്ടാവില്ല എന്നാണ് പറയണത്. ഉണ്ടായാലും ആചാര്യന്മാർക്കത് പ്രശ്നമല്ല. അവർ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു. അവിടെ ആവർത്തനം വിരസതയല്ല എന്നർത്ഥം. ഇതിനെ ഇനി ഉപസംഹരിക്കുന്നതാണ്. അത് ലക്ഷണാവൃത്തി കൊണ്ടും ഗുണവൃത്തി കൊണ്ടുമാണ്. അത് ബ്രഹ്മസൂത്രത്തിനെ ആസ്പദമാക്കിക്കൊണ്ടാണെന്ന് പറയാം. എന്തുകൊണ്ട്? ഇതിലുള്ളതൊക്കെ വിശദമായി ബ്രഹ്മസൂത്രത്തിലുള്ളത് കൊണ്ട്. തൽക്കാലം നമുക്ക് ഉപസംഹരിക്കാം. ഈ പറഞ്ഞത് എന്താ വ്യക്തമാണല്ലോ, ആണല്ലോ ഇതുവരെ പറഞ്ഞത് അല്ലേ? എന്താ അപ്പോൾ ഇതിൽ പ്രശ്നമുള്ളത് അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ അല്ലേ? എത്രയോ പ്രാവശ്യം. അത് വേറൊരു കാര്യമുണ്ട്, ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് കർമ്മത്തിന്റെ ഫലവും അനുഭവിക്കാൻ പറ്റില്ല. ആത്മജ്ഞാനി അല്ലാത്ത ഒരാൾക്ക് കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ പറ്റില്ല. എങ്ങനെ അനുഭവിക്കാൻ പറ്റും? കർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മവും വികർമ്മവും രണ്ടും വേറെ വെച്ചിട്ട് മനസ്സിലാക്കണം. അനുഭവിക്കുമ്പോൾ അയാൾക്ക് അനുഭവിക്കാൻ യോഗ്യതയില്ല, കഴിയില്ല അയാൾക്ക്. ഇപ്പൊ ഒന്ന് അനുഭവിക്കുക, ഒരു ഭക്ഷണം കഴിക്കുന്നതെന്ന് വെച്ചാൽ ആ ഭക്ഷണം ഒന്ന് ആസ്വദിച്ച് കഴിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട്? അയാള് പറക്കുന്നതിനെ പിടിക്കാൻ പോയിട്ടുണ്ടാവും. നാളെ എന്താവും? ആ കഴിക്കുന്ന സമയത്ത് പോലും സംതൃപ്തി ഉണ്ടാകുന്ന ആർക്ക് വേണം? ആത്മജ്ഞാനിയാണോ? അപ്പൊ നമ്മളൊക്കെ ആത്മജ്ഞാനികളല്ലേ? ആത്മജ്ഞാനികളല്ലല്ലോ. പക്ഷെ തിരിച്ചറിഞ്ഞിട്ടില്ല. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ പ്രശ്നമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ കാരണത്തിന്റെ കാരണത്തെ കണ്ടെത്താൻ കഴിയാത്തതൊക്കെ അനാദി എന്നുള്ളതും നിഷേധ ഭാഷയും അതുപോലെ വിധി ഭാഷയും രണ്ടു തരത്തിലാണ് ബ്രഹ്മതത്വത്തെ നിഷ്പന്നമാക്കാൻ വേണ്ടി ആചാര്യന്മാർ ശ്രമിക്കുന്നത്. അതിൽ ജ്ഞാനവൈരാഗ്യ സിദ്ധനെ സംബന്ധിച്ച് നിഷേധ ഭാഷയാണ് അനുയോജ്യം. അല്ലാത്തവരെ സംബന്ധിച്ച്, ജ്ഞാനവും വൈരാഗ്യം ഇല്ലാത്ത ഭക്തന്മാരെ സംബന്ധിച്ച്, അവരെ സംബന്ധിച്ച് വിധിഭാഷയാണ് നല്ലത്. വിധിഭാഷയ്ക്ക് അതിൻ്റെതായ ദോഷമുണ്ട്, നിഷേധ ഭാഷയ്ക്കും ദോഷമുണ്ട്. എന്തുകൊണ്ട്? അല്ലാത്തവനെ, ജ്ഞാന വൈരാഗ്യം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അത് എന്താണ്? വിരസതയ്ക്ക് കാരണമായിട്ട് പോരാ. അത് അയാളെ അധികമൊന്നും അതിൽ കിട്ടില്ല. കാരണം അയാൾ എവിടേക്കോ ഓടിപ്പോയി കൊണ്ടിരിക്കും.
ഏകാഗ്രത ഇല്ലാത്ത ഒരാൾ, ഏകാഗ്രത ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനവൈരാഗ്യം വേണം. നമ്മൾ ഒരു ജപത്തിന് ഇരിക്കുകയാണ്, ഏകാഗ്രത ഇല്ലാത്ത ഒരാൾ ഏകാന്തമായിട്ട് ജപം ചെയ്യാൻ പോയാന്നുണ്ടാവും. അതുപോലെ തന്നെ